നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സുപ്രധാനമായ ഒരു വാർത്ത കേട്ടാണ് കേരളം ഉണർന്നത്. സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് BJP പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി BJPക്ക് ഈ നടപടിയിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ. അക്രമരാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയാക്കുക എന്ന ലക്ഷ്യം കൂടി BJPക്കുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെയായാൽ CPM പ്രതിരോധത്തിലാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. ഏതായാലും സി സദാനന്ദൻ മാസ്റ്ററുടെ ഈ പുതിയ നേട്ടം കേരള രാഷ്ട്രീയത്തിൽ എന്ത് ചർച്ചകൾക്ക് തുടക്കമിടും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ ആദ്യ കോളർ നമ്മുടെ കോഴിക്കോട് നിന്നുള്ള കുഞ്ഞാമതാണ്. കുഞ്ഞാമത്, ഇത് വളരെ സുപ്രധാനമായൊരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടന്നിട്ടുള്ളത്. അപ്പോൾ സദാനന്ദൻ മാസ്റ്ററുടെ ഒരു രാജ്യസഭാ പ്രവേശനം CPMനെ പ്രതിരോധത്തിലാക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടോ? അങ്ങ് ഒരു പാർട്ടി മെമ്പർ കൂടിയാണല്ലോ. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താനുള്ള മുമ്പ് ഞാൻ പൊതുവേദി പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ അഭിമാനമായ ഒരു പ്രിയ സഹോദരന്റെ ജനലിന് ജയിലിൽ കഴിയുന്നു. അവരുടെ മോചിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജനങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ആകർഷിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ച് അതിനു വേണ്ടി ഒന്ന് ചെയ്യണം. ഈ ലോകം തീർത്ത് നമ്മുടെ പ്രധാനമന്ത്രി ചുറ്റി സഞ്ചരിക്കുക. ഒന്ന് ഈ കാര്യത്തിന് വേണ്ടി ഒന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വധശ്രമത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാനാകുമോ എന്ന് പരിശ്രമിക്കാമായിരുന്നു. ഇതുവരെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നീക്കവും നടന്നതായി കണ്ടില്ല. അത് ശക്തമായി പ്രതിഷേധിക്കുന്നതോടൊപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടി പ്രയത്നിക്കണം എന്ന് ഞാൻ ആദ്യമായി ആവശ്യപ്പെടാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇക്കാര്യത്തിലൊക്കെ പറയാനുള്ളത്, അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയാനുണ്ടെങ്കിൽ കേരളത്തിൽ CPIMന്റെ 215 സഹാക്കന്മാരാണ് RSന്റെ കൊലക്കത്തിക്കുകയാണ്. അത് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് ഈ CPIMന്റെ പ്രവർത്തകന്മാരാണ്. അപ്പൊ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിപ്പോ വെച്ചിട്ട് ഒരു ചർച്ചയാക്കി എടുക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടതാണ്. അത് ഇപ്പോൾ ചർച്ചയാകില്ലെന്നാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ടെലിഫോൺ ലൈനിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, ശ്രീ മുഹമ്മദ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, ഈ സദാനന്ദൻ മാസ്റ്ററുടെ ജീവിതം അനീതിക്കെതിരെയുള്ള വലിയ പോരാട്ടമാണ് എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. തലകുനിക്കാത്ത ധൈര്യത്തിൻ്റെ പ്രതിരൂപം എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു ഇടതു സഹയാത്രികനായ ശ്രീ മുഹമ്മദ് മഞ്ചേരി വിലയിരുത്തുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. സദാനന്ദ മാസ്റ്റർ വലിയ ഹരിചന്ദ്രൻ തന്നെ ആയാലും ശരി, CPMന് ഇടതുപക്ഷത്തിന് യാതൊരു പ്രശ്നമല്ല. അയാളെ എവിടെ വേണമെങ്കിലും ആക്കിക്കോട്ടെ. എപ്പതാ മറ്റേ ആളിപ്പോ ഇവിടെ വന്ന് പറഞ്ഞല്ലോ എല്ലാരും വരണം, എല്ലാരും കൂടണം, എല്ലാ നേതാക്കളും എല്ലായിടത്തും കൂടണം എന്നൊക്കെ പറഞ്ഞു പോയി. അത് കേരളത്തില് വലിയ കുറെ സീറ്റൊക്കെ കിട്ടാനും അധികാരത്തിൽ വരാനും ഒക്കെയാണ്. എന്നാലും ഒരു കാര്യം കേൾക്കണം സാറേ, നിങ്ങളോട് പറയാ, ആ മനക്കണക്കും കൂട്ടി ഇവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാര് ഏറ്റവും നല്ല മനുഷ്യന് ഉപകാരം ചെയ്തിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പല കുത്തിത്തിരിപ്പും നടത്തുകയാണ്. അപ്പൊ ഇനി സദാനന്ദ മാസ്റ്റർ നല്ല ആളായിരിക്കും. അയാൾ പോയിക്കോട്ടെ. അയാൾ എന്നിട്ട് ഇപ്പൊ അവിടെ പോയിട്ട് രാജ്യസഭയിൽ പോയിട്ട് കേരളത്തിന്റെ നമ്മളെ ഇയാളൊക്കെ പറയുന്നില്ലേ, നല്ല ഒച്ചമുടിയിട്ട് എന്തെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ട് നമ്മളെ കേരളത്തിൽ നല്ല കൊടുന്നോട്ടെ. അതിനിവിടെ തെറ്റൊന്നുമില്ല. ഞങ്ങൾ സദാനന്ദ മാസ്റ്ററെ കണ്ട് വിറക്കുന്നില്ല എന്നുള്ളതാണ് സാറിനോട് പറയാനുള്ളത്. ശരി, ഓക്കെ, വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയുടെ പ്രതികരണം കൃത്യമാണ്. ഓക്കെ, മഹി എന്നോടൊപ്പം ചേരുന്നത് കിള്ളിപ്പാലത്ത് നിന്ന്. ഞാൻ മഹിയിലേക്ക് വരാൻ ഷിജു കിരിയത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എന്നോട് ചോദിക്കുന്നത് സുഖമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ സുഖമാണല്ലോ, ഇപ്പോൾ ആരോഗ്യമൊക്കെ വീണ്ടും ശക്തമായി രംഗത്തിറങ്ങുകയാണ്. അപ്പോൾ മഹി പിന്നെ ഷിജു എന്നോട് ചോദിക്കുന്നത് ഞായറാഴ്ച അവധിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞായറാഴ്ച അങ്ങനെ ഞങ്ങൾ ടെലിവിഷൻ ജേർണലിസ്റ്റുകൾക്കും അവതാരകർക്കും ഒന്നും സാധാരണഗതിയിൽ ഞായറാഴ്ചയായിട്ട് അവധിയില്ല. ആഴ്ചയിൽ ഒരു ദിവസം
നമുക്ക് അവധിയെടുക്കാം എന്നതിനപ്പുറത്തേക്ക് അത് ഞായറാഴ്ച തന്നെ വേണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല. മാത്രമല്ല ടെലിവിഷൻ ആളുകൾ കൂടുതൽ കാണുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ചകളിൽ കൂടുതൽ പരിപാടികൾ അവതരിപ്പിക്കുക എന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രധാന വാർത്തകൾ വളരെ ശ്രദ്ധയോടെ കൊടുക്കുക എന്നതാണ് ടെലിവിഷൻ അവതാരകരും അതുപോലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ പ്രധാനമായും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച അവധി എന്നത് ഇല്ല, അങ്ങനെയാണ്. ഓക്കെ. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ മറ്റുള്ളവരെ പോലെ ഏതെങ്കിലും ഒരു ദിവസം അവധിയെടുക്കും. അക്രമ രാഷ്ട്രീയത്തിന് രാജ്യസഭയിൽ ഇടതിന് തക്കതായ മറുപടി എന്നാണ് പ്രമോദ് നാണു എന്നോട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശ്രീ മഹി, എല്ലാം CPM പ്രവർത്തകരാണ് കൂടുതലും പ്രതികരിക്കാൻ നമുക്ക് ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. ശ്രീ മഹി, കേൾക്കാമോ? ശ്രീ സദാനന്ദൻ മാഷിനെ കണ്ട് ഞങ്ങൾ വെറുക്കില്ല എന്നാണ് നമ്മുടെ മുഹമ്മദ് മഞ്ചേരി പറയുന്നത്. പക്ഷേ ഈ രാജ്യ തലസ്ഥാനത്ത് ഈ ഒരു വിഷയം, അക്രമ രാഷ്ട്രീയം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കപ്പെടുന്നു എന്ന ഈ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് ചർച്ചയാക്കാൻ ഈ നിയമനം വഴിവെക്കുമോ? CPM ഒരിക്കലും യാതൊരു മാസം ഇവിടെ CPM ഒരു പ്രശ്നമില്ല, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്റെ കിള്ളിപ്പുറത്ത് എന്റെ വീട്ടിൽ തൊട്ടടുത്ത് രണ്ട് പാർട്ടിക്കാർ വയസ്സായ ആള് പേപ്പർ ആക്കിയത് ഈ RSS കാർ വന്ന് വെട്ടി പീസ് ആക്കി പോയി 80 ഇപ്പൊ 44 പോലെ. സാധാരണ ചിലപ്പോൾ അറിയായിരിക്കും, കുരിയാത്തി എന്ന് പറയുന്ന സ്ഥലം സാധാരണ അറിയായിരിക്കും. കിള്ളിപ്പുറത്ത് തൊട്ടടുത്തുള്ള എന്റെ വീടിന്റെ അടുത്ത് ഒരു കുറച്ച് ദൂരമേ ഉള്ളു. അപ്പൊ ഈ BJP RSS കേരളത്തിലൊന്ന് ഇവിടെ ഒന്നും കാണിക്കട്ടെ, അതൊന്നും നടക്കില്ല. അവരായിട്ട് ആരും വയ്ക്കും. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലല്ലോ ഇദ്ദേഹം പാർലമെന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഇത്തരമൊരു വിഷയം അദ്ദേഹം, അല്ലെങ്കിൽ ആ പാർലമെന്റിൽ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് CPM പ്രതിരോധത്തിലാക്കില്ലേ? സുരേഷ് ഗോപി പോയതുപോലെയല്ലല്ലോ ഇതിപ്പോ. ഒരാൾ ആക്രമിക്കപ്പെട്ട ഒരാൾ, തൻ്റെ 2 കാലും പോയ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് സാധാരണഗതിയിൽ പാർലമെന്റിലൊക്കെ വലിയ സമാധാനത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടെ സംസാരിക്കുന്ന CPM നേതാക്കളെയാണ് കണ്ടിട്ടുള്ളത്. അതൊരു പ്രതിരോധമായി പോകുന്നു. ഒരു പുള്ളി അന്ന് അവിടെ കാണിച്ചത് വെറും തെണ്ടി തന്നെയാണ് കാണിച്ചത്. അവരുടെ പാർട്ടിയാണ് ചെയ്തത്. അത് അത്യാവശ്യം തന്നെ, ഒരു കുഴപ്പമില്ല. അതൊക്കെ ഞങ്ങൾ പാലിച്ചു വയ്ക്കണമെന്ന് അതൊന്നുമില്ല. പാവം എവിടെ പോട്ടെ. അങ്ങനത്തെ അല്ല, ഞാൻ ആ പ്രതികരണം ഒട്ടും താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. താങ്കൾ എന്താണ് പറഞ്ഞത്, അങ്ങനെ അത് നല്ലതാണെന്നോ ആളുകളുടെ കാല് വെട്ടിക്കളയുന്നത്? പിന്നെ ഞാനിപ്പോ സദാനന്ദൻ മാസ്റ്റർ രാഷ്ട്രീയത്തിൽ ഇവിടെ ഐക്യമുള്ള ആളല്ല. പക്ഷേ ഈ ഒരു നിലപാട് നിങ്ങൾ മാറ്റണം കേട്ടോ. മനുഷ്യരെ വെട്ടിക്കൊല്ലുന്നത് നല്ല കാര്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ അയാളുടെ കാലം വെട്ടിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആവശ്യമുള്ള കാര്യമായിരുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ CPM മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഇത് പറയുന്നുണ്ട്. പക്ഷെ അത് മാറ്റാനുള്ള സമയമായി എന്ന് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണം. അങ്ങനെ ആരെങ്കിലും അടിക്കാൻ വന്നിട്ടാണോ ഈ കാല് വെട്ടിയത്? അടിക്കാൻ വന്നവരെ വെട്ടിയതാണോ ഈ നാട്ടിൽ നടന്ന ഇത്രയും സംഭവങ്ങൾ? ഒരു രാഷ്ട്രീയത്തിലെ വളരെ ചെറിയ പാർട്ടിയിലെ ആളുകൾ പോലും അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിരിക്കുന്നത്. നമ്മുടെ ഗൗരിയമ്മയുടെ പാർട്ടി, അവരാരെ ആക്രമിക്കാൻ പോയിട്ടാണ്? ഏറ്റവും ചെറിയ പാർട്ടികൾ ആളുകൾ ഇവിടെ ആ രാഷ്ട്രീയ കൊലപാതകത്തിന് ഇരയാകുന്നു. ആരെ ആക്രമിക്കാൻ പോയിട്ടാണ്? വീട്ടിനകത്തിരിക്കുന്ന സ്ത്രീകൾ, രാഷ്ട്രീയ അക്രമത്തിന്റെ ഭാഗമായ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ. ഇതൊക്കെ ആരെ ആക്രമിക്കാൻ പോയിട്ടാണ്? അപ്പോൾ ഇത് ശരിയായൊരു പ്രവണതയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ പാർട്ടിക്കാരാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങളുടെ പാർട്ടിക്കാരെ കൊല്ലുമ്പോൾ അത് വളരെ ദുഃഖകരമായ കാര്യമെന്ന നിലപാടല്ല നമ്മൾ മാറ്റേണ്ടത്. ഇത് ആരാക്രമിക്കപ്പെട്ടാലും, ആര് കൊല ചെയ്യപ്പെട്ടാലും, ആരുടെ കാല് വെട്ടിയെടുക്കപ്പെട്ടാലും അത് കേരള രാഷ്ട്രീയത്തിന് ഒട്ടും ഒരു ശോഭനമായ കാര്യമാണെന്ന് എനിക്ക് കരുതാനാകില്ല. താങ്കൾക്കും അങ്ങനെ കരുതാനാകില്ല. ഇതിപ്പോൾ തൽക്കാലം എന്നോട് തർക്കിക്കാൻ വേണ്ടി പറയുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? ഓക്കെ. കിള്ളിപ്പാലത്ത് നിന്നാണ് മാഹി വിളിച്ചത്. ശ്രീ മോഹൻദാസ് ആലത്തൂർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻദാസ്, നമസ്കാരം. ശ്രീ മോഹൻദാസ്, അപ്പോൾ ഈ രണ്ടുപേരുടെ ഈ പ്രതികരണം കേട്ടപ്പോഴേ നമുക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടവരുടെ പ്രതികരണം പോലെ തോന്നുന്നു. ഏത് പാർട്ടി ആയിക്കോട്ടെ. മറ്റേ ശ്രീനാരായണ പറഞ്ഞതിന്റെ വേറൊരു വേർഷനായിട്ട് ഞാൻ പറയുന്നത്, മനുഷ്യത്വം വേണം. അതില്ലെങ്കിൽ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്തൊരു കഷ്ടമാണ്. ഇത് നമ്മുടെ ചാനലിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന മാഷയുടെ ഇത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു. എന്തു തന്നെയായാലും ഈ സമയത്ത് TP ചന്ദ്രശേഖരനെ ഓർക്കണം. പിന്നെ ഒരു ഭാഗത്ത് ഗുരുക്കന്മാരെ കാലിൽ തൊട്ട് വന്നിക്കുക പൂജിക്കുക ചെയ്യുന്നതിനെ നഗച്ച് എതിർത്തുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഈ ആളെ
അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് നമുക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ 2 കാലും വെട്ടിക്കളഞ്ഞു. അപ്പൊ അതാണ് ഇവിടെ ഉണ്ടായത്. ഇത് ജനങ്ങൾ കാണില്ലേ? എല്ലാവർക്കും CPM-കാരാവാൻ പറ്റൂ, മനുഷ്യന്മാരായിക്കൂടെ? ഞാൻ ശ്രീ മോഹൻദാസ് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് സൂചിപ്പിക്കും. ഇതിൽ ഞാനിപ്പോൾ ഈ കൊല്ലപ്പെട്ട ആളുകളുടെയും ആക്രമിക്കപ്പെട്ടവരുടെയും കണക്ക് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ട് വരും ഈ തർക്കം നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെയാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ അതിലെടുത്തപ്പോൾ വളരെ ഒരു എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഒരേ പാർട്ടിയിലുള്ള ആളെ അതേ പാർട്ടിയിലുള്ള ആളുകൾക്കൊന്നും സംഭവം ഒന്നിലധികം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ രാഷ്ട്രീയ വ്യത്യാസമല്ല, കൊലപാതകം രാഷ്ട്രീയക്കാർക്ക് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ അവർക്ക് അധികാരമുള്ള ഒരു കാര്യമാണെന്നുള്ളൊരു തോന്നൽ ചില ആളുകളിൽ അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മളോട് കളിച്ചാൽ കാല് വെട്ടിക്കളയാം അല്ലെങ്കിൽ കൊല്ലാം, അങ്ങനെ ഒരു ചിന്താഗതി വന്നിരിക്കുകയാണ്. അത് ഞാൻ പറയുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ അല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെ ഉള്ള ആളുകൾ വന്നിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഇത് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ശ്രീ മോഹൻദാസ്? അതെ, തീർച്ചയായിട്ടും. ഞാൻ എന്റെ സംഘടനാ നേരത്തെ ഞാൻ ജോലിയുള്ള സമയത്ത്, സംഘടനാ പ്രവർത്തനത്തിലുള്ള സമയത്ത്, അപ്പൊ ഞാൻ വേറെ സംഘടനയിലാണ്, ആ സംഘടനയിലല്ല. അപ്പോ എന്റെ കൂടെയുള്ള ഒരാൾ അവരുടെ സംഘടനയിൽ ചേരാൻ വേണ്ടിയിട്ട് CPM-ന്റെ സംഘടനയാണ്, CITUവിന്റെ സംഘടനയില്. അപ്പോ അവരുടെ മുതിർന്ന നേതാവിന്റെ അടുത്ത് പോയി പറഞ്ഞു, മോഹൻദാസ് ഇങ്ങനെ വിളിച്ചിട്ട് തരില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിനെ ആകർഷിക്കണം, അല്ലാണ്ട് നിർബന്ധിച്ചിട്ടോ പിടിച്ചു വലിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിട്ടോ ചേർക്കുന്നതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു നല്ലൊരു കാര്യമാണ്. അത് അങ്ങനെ ഒരു നേതാവ് CPM-ൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ഇന്ന് അതാണ് നമ്മളെ പ്രവൃത്തി മൂലം സ്വീത്വം, അല്ലാതെ ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ല, ഇപ്പൊ അത് വെറുതെ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുകയാണ്. അത് അല്ലാണ്ട് യാതൊരു ഇതുമില്ല. പിന്നെ അദ്ദേഹം ഇന്നിപ്പോ രാജ്യസഭയിൽ വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇവർക്ക് അടി തന്നെയാണത്. അത് 2 കാലില്ലാതെ എഴുന്നേറ്റ് നിൽക്കാന്ന് പറയുമ്പോ അത് ജനങ്ങൾ കാണുമല്ലോ, ജനങ്ങളുണ്ടല്ലോ. ഏതായാലും വ്യക്തമാണ് ശ്രീ മോഹൻദാസിൻ്റെ പ്രതികരണം വളരെ കൃത്യവുമാണ്. അതൊരു മനുഷ്യസ്നേഹിയുടെ പ്രതികരണമാണ് എന്ന് നമുക്ക് വ്യക്തമാവുകയും. ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. അരുന്ധതി എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു, നമസ്കാരം എന്ന് പറയുന്നു. അരുന്ധതിക്കും ജയകുമാറിനും എൻ്റെ നമസ്കാരം. അതുപോലെ ശിവൻകുട്ടി CR, ഇന്ത്യൻ ചരിത്രത്തിൽ എത്രയോ വ്യക്തികൾ രാജ്യസഭയിലേക്ക് പോകുന്നു, അതിലൊരാൾ മാത്രമാണ് സദാനന്ദൻ, അതിലെന്തിത്ര ആഘോഷം എന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ല, അതുകൊണ്ടല്ല. നമ്മൾ കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് രാഷ്ട്രീയ കൊലപാതകങ്ങളും രാഷ്ട്രീയ ആക്രമണങ്ങളും. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ അത് പരമാവധി ഒഴിവാക്കാനുള്ള അതീവമായ ജാഗ്രത എല്ലാ പാർട്ടിക്കാരുടെ ഇടയിൽ നിന്നും വരേണ്ടതാണ്. അത് വരാൻ ഇതിന് ഇരകളായ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുകൂടി അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇന്ത്യ ചരിത്രത്തിലെ എത്രയോ വ്യക്തികൾ അതാണ് ശിവൻകുട്ടി CR പറയുന്നത്. ഹനൻ ഹരിദാസ് പറയുന്നു, ഹലോ സാർ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. ഹനൻ, ഐ എം ഫൈൻ. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിലാണെന്ന് ആരോഗ്യം കൊണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഏതായാലും ഹെലനെ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ ദിവസവും എൻ്റെ ആരോഗ്യ വിവരങ്ങൾ അന്വേഷിക്കുന്നു എന്നതാണ്. അത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഓക്കെ, നരേന്ദ്രൻ നെതന്യാഹു പറയുന്നു, പോക്ക് കണ്ടിട്ട് CPM-ൽ കോൺഗ്രസ് ഒരുമിക്കേണ്ടി വരും എന്ന് തോന്നുന്നു 2026 എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഷിജു എന്നോട് പറയുന്നത്, ഇഫ് ബൾക്കിസ് ബാനു ആൻഡ് വിനേഷ് ഫോഗറ്റ് ക്യാൻ ബി ഫോർഗിവൺ, സദാനന്ദൻ വിൽ ഫോർഗീവ് CPM. ഓക്കെ, അതാണ്. അപ്പോൾ അത് ഒരു കൃത്യമായ ഒരു മറുപടിയാണ് ഷിജുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, ജയകുമാർ, നമ്മുടെ തിലകൻ്റെ ഒരു അറിവുമില്ലല്ലോ എന്ന് ചോദിക്കണം. തിലകൻ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം നമ്മുടെ പൊതുവേദിയിലേക്ക് വിളിക്കാത്തത് എന്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ പലരും മിസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ബിനോയ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ബിനോയ്, നമസ്കാരം. ബിനോയ്, ഇപ്പോൾ 4 ഒഴിവുകളാണ് രാജ്യസഭയിൽ വന്നത്. ഒന്ന്, ഒരു മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ആണ്, പിന്നെ ശൃംഖലാജിയാണ് ആയിരിക്കുന്നത്. രണ്ടാമത്തേത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്വൽ നിഗമാണ്. മറ്റൊന്ന് മീനാക്ഷി ജെയിൻ എന്ന ചരിത്ര ഗവേഷക. 4മതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിൽ സദാനന്ദൻ മാസ്റ്ററുടെ പേര് കൂടി വരുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയത്തിൽ ഈ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ളൊരു ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നു എന്നതിൻ്റെ സൂചനയായി കാണാൻ കഴിയുമോ? അതോ ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി ദേശീയ തലത്തിൽ ഉയർത്താനുള്ളൊരു നീക്കമായി കാണാൻ കഴിയുമോ? അതോ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പ്രചരണ തന്ത്രമായി മാത്രം കാണാൻ കഴിയുമോ? പ്രചരണ തന്ത്രം മാത്രമല്ല, അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് സൂചിപ്പിക്കുവാനുള്ളത്, അക്രമ രാഷ്ട്രീയം എല്ലാവരും വെടിയണം. ഏത് പ്രസ്ഥാനമായാലും അക്രമ രാഷ്ട്രീയം ഒഴിവാക്കണം. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളിൽ ഒരാളാണ് സദാനന്ദൻ. ഞാൻ ഇപ്പോഴും പറയുന്നു, ആശയത്തിന് BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും
ആശയത്തിനെ നമ്മൾ ആശയം കൊണ്ട് തന്നെ നേരിടണം, അല്ലാതെ അക്രമ രാഷ്ട്രീയത്തിലൂടെ അല്ല നേരിടേണ്ടത്. രണ്ട്, ഓക്കെ, അദ്ദേഹം BJPയുടെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. പക്ഷെ എനിക്കതിനകത്ത് പറയാനുള്ള 1994 അദ്ദേഹം അക്രമത്തിന് ഇരയാകുന്നത്. 31 വർഷം BJP അദ്ദേഹത്തിനെ കണ്ടില്ല, അദ്ദേഹത്തെ എന്താന്ന് ശ്രവിച്ചില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ 31 വർഷത്തിന് ശേഷം അദ്ദേഹത്തിനെ ഇങ്ങനെ രാജ്യസഭയിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിരുന്നു അദ്ദേഹത്തിന്റെ യൗവനകാലം, അല്ലെങ്കിൽ ഒരു മധ്യവയസ്സുള്ള സമയം. ആ സമയത്ത് BJP കൊടുത്തിരുന്നുവെങ്കിൽ അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആയിരുന്നു. പക്ഷെ ഇതിൽ മെസ്സേജ് അല്ല, ഇതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടെ പാർലമെന്റിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാല് ഇങ്ങനെ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അത് CPMന്റെ മർദ്ദനത്തിന് അല്ലെങ്കിൽ അക്രമത്തിന് ഇരയായി എന്ന് പറയുവാൻ വേണ്ടിയാണ്. ഇപ്പോഴും വീണ്ടും MP ആക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ വീണ്ടും രക്തസാക്ഷിയാക്കുകയാണ് BJP. കാരണം 31 വർഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്. ആ സമയത്തൊന്നും ചെയ്യാതെ അവസാന സമയത്ത് വന്ന് അദ്ദേഹത്തിനെ പിടിച്ച് MP ആക്കിയതിൽ രാഷ്ട്രീയ ദുഷ്ടലോക്കുണ്ട്. ആ ലോക്കോടുകൂടിയാണ് BJP നിൽക്കുന്നതെങ്കിൽ അത് ശരിയായൊരു രീതിയും പ്രവണതയും അല്ല. എന്തായാലും BJP അങ്ങനെ ഈ കാലഘട്ടത്തിലും 31 വർഷം കഴിയുമ്പോഴും അദ്ദേഹത്തിനെ പരിഹരിച്ചതിന് ആ BJPയോട് രാഷ്ട്രീയപരമായിട്ട് ചിലർക്ക് അഭിപ്രായം ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നു, നമുക്ക് ഇരയായാലും അതിന് ബന്ധപ്പെട്ട് ആക്രമിച്ചവരായാലും ഇപ്പോഴും ഞാൻ പറയുന്നു, അക്രമ രാഷ്ട്രീയം ഒന്നിനും ഒരു പരിഹാരമല്ല. ആക്രമിച്ച് 2 കാല് പോയി കഴിഞ്ഞ് MP-യോ MLA-യോ ഒന്നും ആക്കിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. സമൂഹത്തിലൊരു മെസ്സേജ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ CPM വിചാരിക്കുകയായിരിക്കും രക്തസാക്ഷികളെ കൂടുതൽ ഉണ്ടാക്കിയാൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനല്ല. CPM കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ CPM-നാണ് രക്തസാക്ഷികൾ കൂടുതലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ഈ സ്ഥാനം BJP ഇപ്പോൾ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ അംഗീകാരമാണെന്നാ പറയുന്നത്. പക്ഷെ 31 വർഷത്തിന് ശേഷമേ 2 കാലും പോയി അദ്ദേഹത്തിനെ BJPക്ക് അംഗീകരിക്കുവാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുമ്പം അതിലൊരു മാനസിക വിഷമം തോന്നുന്നു. മനു, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് പോത്തൻകോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ. ഹലോ, നമസ്കാരമുണ്ട്. നമസ്കാരം. കുറച്ച് ദിവസമായി വിളിക്കാണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഇപ്പൊ മഹി കിള്ളിപ്പാലത്തിന്റെ വാക്കുകൾ കേട്ടപ്പം നെഞ്ച് പൊളന്നുപോയി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു. മറ്റുള്ളവര് വിളിക്കട്ടെ എന്ന് വിചാരിച്ച് കുറെ ദിവസമായിട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ പോലുള്ള ഒരൊറ്റ ആള് മതി ഒരു പഞ്ചായത്ത് മറ്റു പാർട്ടികൾ ഭരിക്കാൻ. സത്യത്തോടെ പറയണം, ഇതേപോലത്തെ ഒരു പക്ഷം മതി. അത്ര വായി കൂടെ വിസർജിച്ച് ആസനത്തിൽ കൂടെ ആഹാരം കഴിക്കുന്നവരാണ് ആ മഹി എന്ന് പറയുന്നത്. നമ്മൾ വ്യക്തിപരമായ നമുക്ക് ആ വ്യക്തിപരമായ അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാം. അങ്ങനെ നമ്മൾ ആളുകളെ മോശമായല്ല അതല്ല ശരിയല്ല. നമ്മൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തൻകോട് പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകരാണ്, നമ്മൾ ഇത് കാണുന്ന ആളാണ്. അപ്പൊ നമ്മൾ ഒരു വിമർശനം എങ്ങനെയാണ് ഉന്നയിക്കേണ്ടത്? അത് ശരിയായ ഭാഷയിൽ ഉന്നയിക്കുമ്പോഴാണ് അത് കൃത്യസ്ഥാനത്ത് കൊള്ളുന്നത്. ആളുകളെ അയാൾ പറയുന്നതിന് അതിന് നിങ്ങൾക്ക് പോലും ഉത്തരം മുട്ടിപ്പോയി. ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറയണമെന്നോട് ഈ വൃത്തികെട്ടവന്റെ അടുത്ത് അതല്ല, ഞാൻ ആ മറുപടിക്ക് ഞാൻ തിരഞ്ഞു വന്നത് ഒരു വശത്ത് നിൽക്കട്ടെ. പക്ഷേ നമ്മൾ മാന്യമായി തന്നെ അയാളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. എന്നാലും ഇതേപോലുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റുകാരന്മാര് ഒരു പഞ്ചായത്തിൽ ഒരൊറ്റ എണ്ണം മതി, ഒരെണ്ണം മതി. ആ പഞ്ചായത്ത് മറ്റു പാർട്ടിക്കാർ പിടിച്ചളയും, ഉറപ്പാണ്. വ്യക്തമാണ്. ഓക്കെ, അനീഷ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. അല്ലേ അനീഷ്? അല്ലല്ല, അനീഷ് അജി എന്ന് വിളിക്കും. പാതിരപ്പള്ളി ആര്യാട്, ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ആലപ്പുഴ. ആലപ്പുഴയിൽ എവിടെ നിന്നാണെന്ന് പറഞ്ഞ? ആര്യാട് പഞ്ചായത്ത് 1-ാം വാർഡിൽ. ആര്യാട് നിന്നാണ്. ഓക്കെ, അത് ശരി. അപ്പൊ ഞാൻ പക്ഷേ ആലപ്പുഴ എന്നാണ് വിചാരിച്ചു. ഓക്കെ, അല്ല കാഞ്ഞിരപ്പള്ളി എന്ന് വിചാരിച്ചു. ഓക്കെ, അനീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ മേശരിപ്പണി. ഒന്നുകൂടി പറയാമോ? മേശരിപ്പണി. ഓക്കെ, മേശ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് അവധിയാണ് അല്ലേ? ഓക്കെ. ഈ അനീഷിന് ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗവുമായി ബന്ധമുണ്ടോ, അടുപ്പമുണ്ടോ, സഹയാത്രികനാണോ, പിന്താങ്ങുന്നുണ്ടോ? അങ്ങനെയല്ല, ഞാൻ പഴയ ഒരു സംഘപ്രവർത്തനമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഞാനൊരു RSS പ്രവർത്തകൻ്റെ ഒരു പ്രതികരണം കേൾക്കാൻ കൂടിയാണ്. ഇപ്പോൾ കുറേ CPM-കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു, കോൺഗ്രസ്സുകാരുടെ കേട്ടു. ഇത് വലിയ ഒരു ആവേശം പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം തർക്കമില്ല. പക്ഷേ
ഈ രാഷ്ട്രീയ ആക്രമണങ്ങൾ ഒരു വശത്തുനിന്ന് മാത്രമല്ല ഉണ്ടാകുന്നതെന്ന് CPM പല ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് RSSകാർ അവരെ വേട്ടയാടി എന്ന ആരോപണം അവർ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഏകപക്ഷീയമായ ഒരു ആരോപണം എന്നതിന് അപ്പുറത്തേക്ക് കൂടി ഇത് ചർച്ചയാകുമോ ശ്രീ അനീഷ്? ഏകപക്ഷീയമായിട്ടൊരു ആരോപണം മാത്രമാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? തിരിച്ചങ്ങോട്ട് ആക്രമിക്കാറില്ലേ? അങ്ങനെ തിരിച്ച് ആക്രമിക്കുന്നതല്ലല്ലോ, അത് തിരിച്ചുമാണ്. തിരിച്ചു മാത്രമേ തിരിച്ചാക്രമിക്കൂ. അങ്ങനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അപ്പോൾ ഇത് നിങ്ങളുടെ RSS പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശത്തിന് വഴി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആവേശമുണ്ട്. ഒരുപാട് രാജ്യസഭാ അംഗങ്ങളെ കേരളത്തിൽ വിട്ടിട്ടുണ്ടല്ലോ. കേരളത്തിൽ നിന്ന് രാജാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ രാജ്യസഭയിലോട്ട് പോയ കേരളത്തിൽ നിന്നല്ലല്ലോ, മധ്യപ്രദേശിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. അത് അവർ പ്രവർത്തിച്ചത് കേരളത്തിന് വേണ്ടിയാണ്. രാജാവിനെ പോലെയുള്ള ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി രാജ്യസഭ അംഗമായിട്ട് കേരളത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്, അല്ല മധ്യപ്രദേശിന് വേണ്ടി ആയിരുന്നില്ല. അത് മനസ്സിലാക്കും. അതുപോലെ ഒരാളെ ഇപ്പൊ കേരളത്തിൽ നേരിട്ട് എടുത്തത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അത് പഴയ സംഘപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ 2 കാലം സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, ഈ രാജ്യത്തിന് വേണ്ടി കളഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ രാജ്യസഭ അംഗമായത്. അദ്ദേഹം ഇത്ര നേരത്തെ ആകണമെന്നുള്ള ആഗ്രഹക്കാരനാണ്. വൈകിപ്പോയി എന്ന വിഷമം ഉണ്ട്. വൈകിപ്പോയി നേരത്തെ അദ്ദേഹം തിരിച്ചറിയേണ്ടതായിരുന്നു. ഇതുപോലുള്ള പല സംഘപ്രവർത്തകരും പഴയകാല ആൾക്കാരെ ആക്രമിക്കപ്പെട്ടു വീടുകളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷാജി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്തു നിന്നാണ്. ഷാജി, ഹലോ, നമസ്കാരം. 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 ഷാജിയുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി തോന്നുന്നല്ലേ? അതെ. ഇടയ്ക്ക് വെച്ച് പല തിരക്കുകൾ വന്നു. തിരക്കുകളാണ്. താങ്കൾ സുഖമില്ലാതെ ഒക്കെ ആയിരുന്നു. പിന്നെ ചിലപ്പോൾ കിട്ടാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ശ്രീ ഷാജി, ഇതിപ്പോൾ ഒരു വലിയ തയ്യാറെടുപ്പ് നടത്തുകയാണ് BJP. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ ഒരു ചുവട് പിടിച്ച ഉള്ള ഒരു നീക്കമായി ഇതിനെ കാണണോ, അല്ല ഇതിനപ്പുറത്തേക്ക് ഒരു അക്രമരഹിത രാഷ്ട്രീയം ഒരു ആശയമായി ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കണോ? എന്താണ് ഇതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലാകുന്നത്? എനിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. അവരുടെ ഒരു രാജ്യസഭ ആയിട്ട് ഒരു RSS തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും തോന്നുന്നില്ല. അക്രമ രാഷ്ട്രീയത്തിന്റെ സാധാരണ മാഷ് സംഭവം ശരിയാണ്. ഒരു കാലഘട്ടത്തിൽ വടക്കൻ കേരളം, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാകമാനവും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും CPM ആയിട്ട് വലിയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി കൊലപാതകങ്ങൾ ഉണ്ടായിട്ട് ഇരുപക്ഷത്തും നിരവധി ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ ഭാഗത്തുമുണ്ട്. ഈ സദാനന്ദൻ മാസ്റ്റർ മാത്രമല്ല, ഇപ്പൊ ന്യൂസ് 8ന്റെ ഈ ഒരു പ്രചാരണം കണ്ടു കഴിഞ്ഞാൽ സദാനന്ദൻ മാസ്റ്റർ മാത്രം ഇങ്ങനെ കാല് നഷ്ടപ്പെട്ടു, അയാളെ MP ആക്കുന്നു എന്നുള്ള ഒരു ദിവ്യ പരിവേഷം കൊടുക്കുന്നത് പോലെ തോന്നുന്നു. ഈ P ജയരാജൻ എന്ന് പറയുന്ന ഒരാള് വെറുതെ രാവിലെ എഴുന്നേറ്റ് കൈയും കാലും വെട്ടിക്കളഞ്ഞതല്ല. അതുകൂടെ നമ്മൾ ഈ സമയത്ത് കണ്ടുപോകണം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറുടെ കല്യാണം കഴിഞ്ഞു, ഓർമ്മയുണ്ടാവും, കോഴിക്കോട്ടിലെ അശ്ന. ഈ അശ്നയുടെ കല്യാണം നടന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും, ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും ഉൾപ്പെടെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇര എന്ന് പറഞ്ഞാണ് RSSന്റെയോ BJPയുടെ പേര് അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പോയ ബോംബിന്റെ പരിണത ഫലമാണ് ആ കുട്ടിയുടെ 5 വയസ്സ് ഉണ്ടായിരുന്നപ്പോ കാല് നഷ്ടപ്പെട്ട പാർട്ടിയിൽ അംഗത്വം കൊടുത്ത കാര്യം കൂടി നിങ്ങൾ എന്താ പറയാത്തത്? ആരുടെ അംഗത്തെ? ഈ കേസിലെ പ്രതികളായവരെ വിളിച്ച് ജനപ്രതിനിധികളായി തെരഞ്ഞെടുപ്പിൽ പക്ഷെ അവരിപ്പോ കുറെ പേർ നിങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഉണ്ട്, അത് പറഞ്ഞോട്ടെ. ഇത് നമ്മള് ഇതിലിപ്പോ ഷാജി ഞാൻ തമ്മിൽ എപ്പോഴും തർക്കം നടക്കുന്ന ഒരു കാര്യം ഇതാണ്. ഷാജി അവിടെ കൊല്ലപ്പെടുന്ന ആളുകളും ഇരയാളാകുന്ന CPMകാരുടെയും കാര്യം മാത്രം ചിന്തിക്കുന്നു. ഞാനിത് പൊതുവെ അല്ലല്ല, ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാനൊരു ഭാഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമാണ്. എനിക്കൊരു പക്ഷമുണ്ട്, നിഷ്പക്ഷനല്ല. അതൊക്കെ നല്ല, അതിലൊന്നും ഒരു വിയോജിപ്പില്ല. പക്ഷെ ഇതില് ഈ നിഷ്പക്ഷതയുടെ ഈ പക്ഷത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഒരാള് നമ്മളുടെ ഭാഗത്തുനിന്ന് ആക്രമിക്കപ്പെടുമ്പോൾ ആ വൈകാരിക വേദന എത്ര ശക്തമായി ഉന്നയിക്കുന്നോ മറുഭാഗത്തെ ആളാകുമ്പോ അത് ഇരന്നു വാങ്ങിയതാണ്, വേണ്ടപ്പെട്ടതാണ് എന്ന തരത്തിലൊക്കെ ഉള്ള പ്രതികരണങ്ങൾ വരികയാണ്. അതിന്റെ മറ്റൊരു രൂപമാണ് നിങ്ങളും പറയുന്നത്. ഇത് ഒരു സാധാരണ മാഷ് മാത്രമല്ല, ഇങ്ങനെ കേരളത്തിൽ നൂറുകണക്കിന് ആളുകളുണ്ട്. അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
വലിയൊരു പങ്ക് വഹിച്ചത്? ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് വായിക്കാനാണ്. എൻ്റെ വലിയ പട്ടിക തന്നെയുണ്ട്. ഇപ്പം ജിതിൻ കൊല്ലപ്പെട്ടു, CITU പ്രവർത്തകനാണ്, കൊന്നത് BJP കാരനാണ്. 2024 കഴിഞ്ഞ വർഷം 12-ന് അഭിഷേക് BJP കാരനാണ്. ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ CPM കാർ പലപ്പോഴും CPM കാർ തന്നെ കൊല്ലുന്നു എന്നുള്ളത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വി സത്യനാഥൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടത് 22/2/2024 CPM പ്രവർത്തകനാണ്, കൊന്നത് CPM അനുഭാവികളാണ്. അതേപോലെ ഈ അമൽ കൃഷ്ണ കൊല്ലപ്പെടുന്നു, ഖാലിദ് ഹമീർ, ഇത് വേറെ ആരും കൊന്നതല്ല, ഈ മരിച്ചവർ കൊന്നവരും നിങ്ങളുടെ തന്നെ ആളുകളാണ്. ഈ ഖാലിദ് ഷമീർ എന്ന് പറയുന്ന 2 CPM പ്രവർത്തകർ തലശ്ശേരിയിൽ കൊല്ലപ്പെടുകയാണ്. കൊന്നത് ആരാണ്? CPIM കാര് തന്നെ. ഹലോ, ഞാൻ പറയട്ടോ. അപ്പൊ പിന്നെ ഇത് മറ്റുള്ളവർ ചെയ്യുന്നു, നിങ്ങൾ അവരിങ്ങോട്ട് കൊല്ലുന്നു, ഞങ്ങൾ കൊല്ലുന്നു എന്ന ന്യായീകരണം മനസ്സിലായി. ഇത് സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ. ഈ ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ CPIM പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കൊല്ലുന്നത് എങ്ങനെയാണെന്നറിയുമോ? CPM വിട്ട RSSൽ ചേർന്നവരും CPMലുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടൊപ്പമാണ് കൊലപ്പെടുത്തുന്നത്. ഞാനൊന്ന് പറയട്ടോ, നീ പറയട്ടെ. ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ചർച്ചയെ താങ്കൾ മറ്റൊരു ആംഗിളിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോയത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാം. ഞാൻ കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്ത് കടവൂർ ഒരു സുഹൃത്തിനെ, കടവൂർ സത്യൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് RSSകാരനായിരുന്നു. അത് അയാൾ തുടർച്ചയായിട്ട് പിന്നെ അതിന് പോകാതിരുന്നു. RSSകാരാ വെട്ടിക്കൊന്നത്. എല്ലാരും അകത്ത് കിടക്കിയപ്പം കോടതി അത് സുഹൃത്ത് അറിഞ്ഞോ? അതറിയത്തില്ല. എന്റെ കയ്യിൽ മുഴുവൻ പട്ടികയുണ്ട്, ഞാൻ ഓരോന്നായി വായിക്കാം. മാധ്യമങ്ങൾ അറിയത്തില്ല. അങ്ങനെ വന്നിട്ടുള്ളതെല്ലാം മാധ്യമങ്ങൾ, അത് മുഴുവൻ ഇവിടെ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞത് ഞാൻ ഇതല്ല പറഞ്ഞ, ഞാൻ എന്തുവാ പറഞ്ഞ, ഇരുഭാഗത്തും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ കുറെ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നടക്കാതിരിക്കുന്നു. അതിന് നേതൃത്വ തലത്തിൽ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അതിന്റെ കഴിഞ്ഞ ഫെബ്രുവരി 17 ജിതിൻ കൊല്ലപ്പെട്ടത്. എന്തോ DYFI പ്രവർത്തകൻ കഴിഞ്ഞ ഫെബ്രുവരി 17 കൊല്ലപ്പെട്ടത്. അതെ, കഴിഞ്ഞ ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് ഈ ഇടതുപക്ഷ വേറൊരു പ്രവർത്തകർ വെട്ടേറ്റ് അതറിഞ്ഞ് രക്ഷിക്കാൻ എത്തിയപ്പോഴാണ് കൊല്ലപ്പെടുന്നത്. ഈ ഫെബ്രുവരി ഈ കഴിഞ്ഞ 2024 ഡിസംബർ 25-നാണ് അഭിഷേക് എന്ന BJP പ്രവർത്തകൻ കൊടകരയിൽ കൊല്ലപ്പെടുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്ന നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് പറയുന്നത്. ഇത് ഈ അടുത്ത കാലത്തൊന്നും നടന്നില്ലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡേറ്റ് കൂടെ കിട്ടില്ലേ? CPMന്റെ നിരവധി പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത്? ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല, നിരവധി പേരെ CPM-കാരും കൊന്നിട്ടുണ്ടെന്ന് ഞാനും പറയുന്നുള്ളൂ. എന്നിട്ടും വളരെ സംയമനത്തോടുകൂടി തന്നെയാണ്. ഞാൻ കാണുന്നില്ല, ഒരു സംയമനവും കാണുന്നില്ല. അങ്ങോട്ടും ഒക്കെ ഒരേപോലെ തന്നെയാണ് കാണുന്നത്. ഞാൻ ഈ പട്ടിക ഇങ്ങനെ എടുത്ത് കാണത്തില്ല. ഇതിപ്പോ ഒരു ദിവ്യ പരിവേഷം നടത്തി സാധാരണ മാസ്റ്റർ സംഭവം ശരിയാണ്. അദ്ദേഹം അക്രമത്തിന്റെ ഫലമായിട്ടാണ് കാലുകൾ നഷ്ടപ്പെട്ടത്. അങ്ങനെ നിരവധി പേരുണ്ട് ഇരുഭാഗത്തും. ഇതൊരു ദിവ്യ പരിവേഷം നടത്തി. ഇരുഭാഗത്തെന്ന് പറയുമ്പോഴും ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടാൽ ആ മനുഷ്യന് നീതി വേണ്ടേ? അത് അദ്ദേഹത്തിന്റെ വ്യക്തി എന്ന നിലയിൽ ഒരു അദ്ദേഹത്തിന് ഒരു ഇതില്ലേ? അയാൾ ആക്രമിക്കപ്പെട്ടു, 2 കാല് നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് ആ ഒരു വേദനയില്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഇങ്ങോട്ട് ആക്രമിച്ചു എന്നുള്ളത് കൊണ്ട് ആ വേദന പറയുന്നൊന്നുമില്ല. 2 പേർക്ക് ഇപ്പൊ അങ്ങോട്ട് ആക്രമിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങോട്ട് ആക്രമിക്കുന്നവരുടെ വേദനയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായി ആക്രമിക്കപ്പെടുന്നവരുടെ വേദനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അങ്ങോട്ട് ആക്രമിക്കാനുള്ള പ്രവണത കുറയും. അതല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അതല്ല, ഇത് ഒന്നേ എന്നുള്ള തരത്തിൽ ഇങ്ങനെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, ഗോൾ അടിക്കുന്നത് പോലെ വലിയ ആവേശത്തോടു കൂടി തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നല്ലോ. അങ്ങനെ നിരവധി അക്രമങ്ങൾ നടന്നു. അത് ഞാൻ പറയുന്നത് അതില് നടന്നതിൽ നിങ്ങൾ ഒട്ടും കുറ്റവിമുക്തരല്ല എന്നാണ് പറയുന്നത്. അതെ, അതിൽ എല്ലാവരും ഒരേപോലെ പങ്കാളികളാണ്. അതെ, അല്ല അക്രമം ഉണ്ടാകാതിരിക്കൽ ഇതില് ഏറ്റവും ഞാൻ പറഞ്ഞ അതല്ല. നിങ്ങൾ ഇത് കണക്ക് ഞാൻ ഒരു ഡോക്ടർ അഷ്നയുടെ വിവാഹം കഴിഞ്ഞു. ആ അഷ്നയുടെ ഒരു RSSന്റെ ബോംബ് എറിഞ്ഞാണ് അദ്ദേഹം മരിച്ചത്. ആ കുട്ടി, അതാണ് അതിന്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. ആ കേസിലെ പ്രതികൾ CPM-ൽ വന്നിട്ടില്ലേ? CPM വന്നിട്ടുണ്ട്. നിങ്ങൾ സ്വീകരിച്ചിരുത്തിയില്ലേ? അതും പറയാണല്ലോ. അത് തന്നെ. അപ്പൊ പിന്നെ അവരെ ഇപ്പൊ RSS-കാരെന്ന് എങ്ങനെ വിളിക്കും? ഇപ്പൊ CPM-കാരെന്നല്ലേ വിളിക്കേണ്ടത് അതിൽ കുറെ പ്രതികളെ? RSS-കാരാണ് എല്ലാം. അത് എല്ലാവരും ഞാൻ പറയുന്നത് ഞാൻ അഷ്ന ഡോക്ടറായിരുന്നപ്പോൾ അവിടെ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ആളാണ്. അവരനുഭവിച്ച പ്രയാസം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. എന്നെ റോബർട്ട് എന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അങ്ങോട്ട് വഴിയൊക്കെ പറഞ്ഞതെന്ന് അവിടെ എത്തിച്ചത്. ഞാൻ അവരെ പോയി കണ്ടതാ. അവര് കോളേജിൽ പഠിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് 2ാം നിലയിലേക്ക് കയറാൻ പറ്റാതെ അവരനുഭവിച്ച പ്രയാസമൊക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന വിവരം അറിഞ്ഞത്. ഈ കൊലയാളികളെയൊക്കെ വിളിച്ച് പല പാർട്ടിക്കാരും അവരവരുടെ ആളുകളാക്കി മാറ്റുകയാണ്. എന്നിട്ട് മറ്റേ RSS ആണ് കൊന്നതെന്ന് ഈ പ്രതിയെ വിളിച്ച് സ്വന്തം പാർട്ടിയിൽ ചേർത്തതിന് ശേഷം
അന്ന് RSS ആയിരുന്നു, ഇന്നവരാരാണ്? ഇപ്പൊ അത് അന്നത്തെ ആണെന്ന് പറയാൻ പറ്റുമോ? ഈ കൊലക്കുറ്റം, ഈ കുറ്റം അവരുടെ മുകളിൽ തന്നെ നിൽക്കല്ലേ, ഈ കാല് ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിന്റെ. അപ്പൊ അവര് RSSകാരാണെന്ന് എങ്ങനെ പറയാം? അവരിപ്പോ നിങ്ങളുടെ ആളുകളല്ലേ? താങ്കൾക്കറിയോ അതിനെ കുറിച്ച്? ഏതാ സാധാരണ മാസ്റ്ററെ ആക്രമിച്ചത് എത്രയോ പേര് ചിലപ്പോൾ കോൺഗ്രസിലും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് അക്രമത്തെ അങ്ങനെ നിങ്ങൾ അത്ര കണ്ട് പറയുകയാണെങ്കിൽ അത് നിങ്ങൾ മാധ്യമങ്ങൾ ഇത് പറഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങൾ മറച്ചു വെക്കുന്നതാണത്. ഇതിപ്പോ മാധ്യമങ്ങൾ ആ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എങ്ങനെ പറയാൻ കഴിയും? ആരെ ഏത് പാർട്ടിയിലാണെന്ന് പറയാം. അന്ന് അവർ RSSകാരായിരുന്നു. ഇപ്പൊ കുറെ പേർ നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സ്വന്തം പാർട്ടിയിലുള്ള ആളെ കുത്തിക്കൊന്നവരെയും വിളിച്ചു കയറ്റുകയാണ്. ഒരേ മുന്നണിയിലുള്ളവരെ പരസ്പരം കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നിരിക്കുന്നു? ഉണ്ടല്ലോ, തൃശ്ശൂർ തന്നെ എത്ര നടന്നിരിക്കുന്നു. പക്ഷെ ഈ ഒരേ മുന്നണിയിലുള്ളത് എനിക്ക് തോന്നുന്നത് CPI മാത്രമേ ഉള്ളെന്നാണ് കേട്ടോ. CPIM-ലും എന്തോന്നാണ് ഒരേ മുന്നണിയിലുള്ള ഒരേ ഇതിലുള്ള ആളുകളെ കുത്തിക്കൊല്ലുക, CPI-ക്കാരെ കൊല്ലുക, CPM-കാർ, അങ്ങനെ ഒരേ മുന്നണിയിലുള്ളവർ തമ്മിൽ കൊലപാതകം നടത്തുക. അതുപോലെ തിരിച്ചടിക്കാത്ത അല്ലെങ്കിൽ തിരിച്ചാരെയും കൊല്ലാത്ത ചില പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ JSS പോലുള്ള അവരാരെയും ആക്രമിച്ചിട്ടായാലും എൻ്റെ അറിവിലില്ല, അവരെ ആക്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല ഷാജി. ഏതായാലും ഷാജി ഇത് അക്രമത്തിനെതിരാണെന്ന് പറഞ്ഞത് എന്നെ വലിയ എനിക്ക് സന്തോഷമുണ്ട്. ആ നിലപാട് കൂടുതൽ നമുക്ക് ശക്തമായി ഉയർത്താം. ഓക്കെ, ഏതായാലും ദീർഘനാളായി ഷാജിയോട് സംസാരിച്ചിട്ട് പക്ഷേ ഇന്ന് തർക്കിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും അക്രമത്തിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. പക്ഷേ അത് തങ്ങൾക്ക് നേരെയാകുമ്പോഴാണ് ആ പ്രതികരണം ഉണ്ടാകുന്നത്. മറുവശത്തേക്ക് ആക്രമണം പോകുമ്പോൾ അത് സാരമില്ല എന്ന തരത്തിൽ തിരഞ്ഞെടുത്ത് കണ്ണടക്കുകയാണ്. പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. അങ്ങ് ഒരു പ്രവാസിയാണെന്നാണ് എന്നോട് മുമ്പ് പറഞ്ഞിരുന്നത് അല്ലേ? അതെ 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 സാർ. അപ്പോൾ ഒരു പ്രവാസികൾ നമ്മുടെ നാടിൻ്റെ ഒരു കരുത്താണെന്ന് എല്ലാ ഘട്ടത്തിലും പൊതുവേദി ഓർമ്മിക്കുകയാണ്. ഇവിടെ ആളുകൾ ഇങ്ങനെ വളരെ ക്രൂരമായി അക്രമങ്ങൾ പരസ്പരം നടത്തുമ്പോൾ പ്രവാസികൾ കഠിനാധ്വാനം നടത്തി ഈ നാടിനെ സമ്പന്നമാക്കാനുള്ള നീക്കം നടത്തുന്നു. അതൊരു വശത്ത്. അതൊക്കെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത്, ഈ അക്രമ രാഷ്ട്രീയം നമ്മുടെ വ്യവസായത്തെയും തൊഴിലവസരങ്ങളെയും ഒക്കെ തട്ടിയെടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇതൊക്കെ കൂടി നോക്കുമ്പോൾ ഈ അക്രമ രാഷ്ട്രീയം ഒഴിവാക്കാനുള്ള ഒരു നീക്കമായി സദാനന്ദൻ മാസ്റ്ററുടെ ഈ നിയമനം വഴിവെക്കും എന്ന് ശ്രീ പ്രസന്നൻ കരുതുന്നുണ്ടോ? സാറ്, ഞാൻ ഈ എല്ലാ ജനവിഭാഗങ്ങളും എന്താ പറയുക സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വിഭാഗീയതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, അതായത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയേക്കാൾ കൂടുതൽ വൈരാഗ്യം, വിരോധം വെച്ച് പുലർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണെന്നതിന് യാതൊരു സംശയവും എനിക്ക് തോന്നിയിട്ടില്ല ഇന്നവരെ. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് കൂടുതൽ പകയും വിദ്വേഷം. മതങ്ങൾ തീവ്രവാദികൾ ഉണ്ടെങ്കിലും അവർക്ക് അത്ര തന്നെ അങ്ങോട്ട് പകയും വിദ്വേഷം വെച്ച് പുലർത്തി കൊണ്ടു നടക്കേണ്ടത് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ നാട്ടില് ഇവര് കുറ്റം പറയും, രാഷ്ട്രീയക്കാർ കുറ്റം പറയും, മതവർഗീയ പാർട്ടികൾ എന്നും പറഞ്ഞാൽ അവരെ കുറ്റം പറയും. കാരണം അവർ സംഘടിതരല്ല താരതമ്യേന. പക്ഷേ മറിച്ച് രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും സംഘടിതരാണ്, അവരെ ആരും കുറ്റം പറയാറില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ ഈ സംഘീവൽക്കരണം, കാവ്യവൽക്കരണത്തിന് എതിരായിട്ട് ആണ് ഇപ്പൊ നമ്മുടെ സർവകലാശാലയിൽ SFIക്കാർ സമരം ചെയ്തത്. അവിടെ ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞാണ്, 15 പേരുണ്ടെങ്കിൽ 13 പേരും ഈ ചെങ്കൊടി ഏന്തണവരാണ്. 2 പേര് ഈ കാവ്യക്കാർ വരുമ്പോഴാണ് അവിടെ കടത്തിവിടാണ്ടും അതിനെതിരായിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എല്ലായിടത്തും ഇവര് നിയോഗിക്കുന്നവർ അവരവരുടെ ആൾക്കാരാണല്ലോ. ഇപ്പൊ ഈ ഗവർണർക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ഗവർണറെ ഒരാളെ നിയോഗിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റുന്നില്ല, അസഹിഷ്ണുത. അങ്ങനെ അതായത് രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ തന്ത്രവും കൗശലവും സമൂഹത്തില് അവര് കുറെ കാര്യങ്ങൾ നല്ലത് ചെയ്യേണ്ടെന്ന് തർക്കമില്ല. പക്ഷെ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എതിരാളികളുടെ ഇല്ലായ്മ ചെയ്യാനായിട്ട് വേണ്ട വേലകളൊക്കെ അവര് പരമാവധി ചെയ്യേണ്ടെന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ. ഈ അക്രമ രാഷ്ട്രീയത്തിന് ഒരു പര്യവസാനം ഉണ്ടായേ പറ്റൂ. അതിന് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആളുകൾ മുന്നോട്ട് വരുന്നു അവരെയെല്ലാം നമുക്ക് സ്വാഗതം ചെയ്യാം. വളരെ നന്ദി ശ്രീ പ്രസന്നൻ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അപ്പോൾ സിംഗപ്പൂരിലിരുന്ന് കാറ്റ് കിറ്റ് നമ്മുടെ പരിപാടി കാണുന്നുണ്ട്. ഗുഡ് ഈവനിങ് മനു എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ സിംഗപ്പൂരിലെ മലയാളികൾക്കും നമ്മുടെ കാറ്റ് കിറ്റിനുമൊക്കെ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഒപ്പം ശ്രീ കാറ്റ് കിറ്റുമായി ഇത് കമൻറ്റുകളൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ അദ്ദേഹത്തെ ഇന്ന് കാണാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. അപ്പോൾ ജയകുമാർ നമ്മുടെ ബിനോയെ പിന്താങ്ങുന്നു. രാഷ്ട്രീയം ഒരു ചീട്ടുകളി പോലെയാണ്, പല ചീട്ടുകളും ഇറക്കി കളിക്കും, അതിലൊരു ചീട്ട് മാത്രമാണ് സദാനന്ദൻ എന്നാണ് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഷിജു ഇത് കമൻറ്റുകൾ ഇടുന്നുണ്ട്. പ്രസന്റ് സദാനന്ദൻ ബലിദാനി വേഴ്സസ് രക്തസാക്ഷി. ഓക്കെ, യെസ്, അതാണ് പ്രതികരണം. അപ്പോൾ ശ്രീ മുഹമ്മദ് ശ്രീകാര്യത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ സാർ, അതെ. ശ്രീ മുഹമ്മദിന് എന്ത് തോന്നുന്നു ഈ സാർ? എനിക്കിത് പറയാനുള്ളതേ, രാഷ്ട്രപതി നമ്മളെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് കല, കായികം, ശാസ്ത്രം അതേപോലെയുള്ള മേഖലകളിൽ നിന്നാണ്. ഈ വികലാംഗരെ നോമിനേറ്റ് ചെയ്യാനുള്ള വകുപ്പില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ വികലാംഗര ഇങ്ങനെ ഇതിനു വേണ്ടി അവല്ല സംസ്ഥാനത്ത് നോമിനേറ്റ് ചെയ്യട്ടെ? അവർക്ക് രാജസ്ഥാനിലൊക്കെ അവർക്ക് ഇതുണ്ടല്ലോ, അവർക്ക് MLA-മാരുണ്ട്. അപ്പൊ അവിടുത്തെ രാജ്യസഭ വികലാംഗൻ എന്ന് നമ്മൾ ശ്രീ മുഹമ്മദ് ഏത് ശ്രീകാര്യത്തിനാണ് വിളിച്ചത്? ഇത് മുമ്പ് പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വികലാംഗൻ എന്ന പ്രയോഗം നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല മുഹമ്മദ്. അത് ഭിന്നശേഷിക്കാരൻ നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം ആളുകളെ പരമാവധി ബഹുമാനത്തോടു കൂടി അല്ല, അങ്ങനെ പാടുള്ളൂ. ഇതൊരു പൊതു നിലപാടാണല്ലോ, ഒരു പൊതു സദസ്സാണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ അങ്ങ് അധിക്ഷേപിച്ച് കളയാം എന്ന് വിചാരിച്ച് വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. പൊതുവേദിയെ പറ്റി അങ്ങനെ അറിയാഞ്ഞിട്ടാണ്. ഇത് കേരളത്തിലെ വലിയ ഒരു വിഭാഗം സഹൗരവം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ആ ഉപയോഗിക്കുന്ന ഭാഷ, ഉപയോഗിക്കുന്ന പ്രതികരണം, ഒരാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഇന്ന് ഒരു പരിഷ്കൃത സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചില പ്രയോഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഒരു മനുഷ്യൻ 2 കാലും അദ്ദേഹത്തിൻ്റെ അക്രൂരമായ ആക്രമികൾ ചെന്ന് വെട്ടി അത് അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടമായ ആളെ വികലാംഗൻ എന്ന് വിളിക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നാണ് ശ്രീ മുഹമ്മദ് എന്താണ് ചെയ്യുന്നത്? ജോലി എന്താണ്? ഏതാ? എന്നിട്ട് അങ്ങേ പോലെ ശാരീരികമായി അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു തൊഴിലാളി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര മോശമാണ് എന്ന് ശ്രീ മുഹമ്മദിന് ഇനിയെങ്കിലും മനസ്സിലായി. ഒരു രാഷ്ട്രപതിക്ക് അങ്ങനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. കല, കായികം, സ്പോർട്സ് അതുപോലെയുള്ള മേഖലകളിൽ, ശാസ്ത്രം, ആ മേഖലകളിൽ നിന്ന് മാത്രമേ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാവൂ. ഞാൻ ആ ഒരു പോയിന്റാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്, വേറൊന്നും അല്ല സാറേ. ഞാൻ ആ ഒരൊറ്റ പോയിന്റാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തത്. രാഷ്ട്രപതിക്ക് അല്ലാതെ ഇതുപോലെ ഒരു അക്രമത്തിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാം. അദ്ദേഹം ഒരു മേഖലയിലും സംഭാവന നൽകിയിട്ടില്ല. അത് ഞാൻ പറയട്ടെ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം അധ്യാപകന വൃത്തിയിൽ ഉള്ള ഒരാളാണ്. അധ്യാപകരുടെ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ രാജ്യസഭയിൽ ഇങ്ങനെ നിയമിക്കുന്ന ആളുകൾ കലാകാരാകാം, സാഹിത്യകാരന്മാരാകാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുമാകാം, പൊതുപ്രവർത്തകരുമാകാം. സിനിമ മേഖലകളിൽ നിന്നാണ്. അല്ല, സിനിമ തന്നെ ആകണമെന്നില്ലെന്നേ. സിനിമ തന്നെ ആകണമെന്നില്ല. എഴുത്തുകാരാകാം, സാഹിത്യകാരന്മാരാകാം, പൊതുപ്രവർത്തകരാകാം. അധ്യാപക സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ വേറെ ഉണ്ട്. അവരെ ആരെയും നിയമിക്കാതെ ഇപ്പൊ ഇദ്ദേഹത്തെ നിയമിച്ചത് എന്ന് പറയുന്നത് അത് അധികാര ദുർവിനിയോഗമാണ് കാണിച്ചത് അല്ലേ സാർ? അത് ഹലോ അല്ല, അതാണ് ഞാൻ പറയുന്നത്. അങ്ങ് കേൾക്കുന്നില്ല. അത് കലാ സാംസ്കാരിക മേഖലകളിൽ നിന്നാകാം, സാഹിത്യത്തെ ഭാഗത്തു നിന്നാകാം, പൊതു പ്രവർത്തന രംഗത്തു നിന്നും ആകാം. സാർ, സംഭാവനകൾ നൽകണ്ടേ? പൊതുമേഖലയിൽ എന്തെങ്കിലും സംഭാവന അദ്ദേഹം നൽകണ്ടേ? ഇപ്പൊ അധ്യാപക മേഖലയിലാണെങ്കിൽ അദ്ദേഹം നൽകിയ എന്ത് സംഭാവനയാണുള്ളത്? അപ്പൊ നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ചായിരുന്നാലും നമ്മുടെ സുരേഷ് ഗോപിയെ കുറിച്ചായിരുന്നാലും, സുരേഷ് ഗോപി ദേശീയ അവാർഡ് അദ്ദേഹം അടക്കം നേടിയ ഒരു പ്രതിഭയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ അദ്ദേഹം അങ്ങനെ ദേശീയ അവാർഡ് അടക്കം നേടിയ ആളാണ്. ഇപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞ സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ ആ ഒരു ശാരീരിക അവസ്ഥയൊന്നും ഞാൻ പരിഹസിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇതിന് ഈ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാൻ ഒരിക്കലും അർഹനായ ഒരു വ്യക്തി അല്ല. ആ ഒരു അഭിപ്രായത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ അധ്യാപകൻ എന്ന നിലയിലുള്ള പ്രവർത്തകൻ അല്ലെങ്കിൽ മറ്റു സന്നദ്ധ സംഘടനയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇതിനൊരു മാതൃക പോരാ എന്ന നിലപാടാണ് എടുത്തിരുന്നത്. അങ്ങക്ക് ആ നിലപാട് സ്വീകരിക്കാം, അതിൽ തെറ്റില്ല. അങ്ങക്ക് വിയോജിക്കാം, അങ്ങക്ക് യോജിക്കാം, പക്ഷേ അതെല്ലാം സഭ്യമായ രീതിയിൽ ആകും എന്നാണ്. ഏതായാലും ശ്രീ മുഹമ്മദ് ഇവിടുന്ന് വിളിക്കുകയും പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷം. ശ്രീകാര്യത്തുനിന്ന് എനിക്ക് തോന്നുന്നു മുഹമ്മദ് ആദ്യമായിട്ടാണ് പൊതുവേദിയിലേക്ക് വിളിക്കുന്നത്. വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ അച്യുതൻ ഒല്ലവണ്ണയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ അച്യുതൻ, നമസ്കാരം സാറേ. നമസ്കാരം. അതായത് ഇവരെ CPM-ന്റെ ആൾക്കാർക്ക് എവിടെങ്കിലും ഒരു അധികാരസ്ഥാനം നഷ്ടപ്പെടാൻ പോവുകയാണോ എന്നുണ്ടെങ്കിൽ ഓല് കാണിക്കാത്ത കളികളില്ല, എല്ലാം കളിക്കും. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കണ്ടില്ലേ, ബിൽഡിംഗ്. അല്ല, അതും ഇതുമായിട്ട് എന്താ വന്നത്? നമ്മളിപ്പോൾ ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു നീക്കമായി ഇതിനെ കാണണോ, അതോ ദേശീയ തലത്തിൽ അങ്ങനെ ഒരു ചർച്ചാ വിഷയം? ഇപ്പം ഇന്നിപ്പോൾ ബീഹാറിലും ഒരു BJP നേതാവ് കൊല്ലപ്പെട്ടിരിക്കും. അപ്പോൾ പൊതുവേ
അത് ഞാൻ പറയുന്നത് BJP മാത്രമല്ല, പല നേതാക്കളും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൊല്ലപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെതിരെയുള്ള ഒരു നിലപാടായി ഇതിനെ ഉയർത്തി കാണിക്കാൻ കഴിയുമോ, അതോ ഇത് വെറുമൊരു താൽക്കാലികമായി കേരളത്തിൽ ആളുകൾക്കൊരു പദവി കൊടുക്കാം എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിനപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ട എന്ന ആരോപണം എത്ര കണ്ട് ശരിയാണ് എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നത് ഇടുക്കിയിൽ നിന്നാണ്. പ്രദീപ്, ഹലോ, കേൾക്കാവോ? പ്രദീപ് ഇടുക്കിയിൽ എവിടെ നിന്ന്? നേരത്തെ എന്നോട് പറഞ്ഞത് കട്ടപ്പനയാണോ? ഞാൻ തൊടുപുഴ. ആ തൊടുപുഴ ജില്ല ഇടുക്കി. യെസ്. മറ്റേ സാധാരണ 94 കാല് വെട്ടിയ ആളല്ലേ? 94 തോന്നുന്നു കാല് വെട്ടിട്ട്. അതെ. ഇപ്പൊ ഒരു അധ്യാപനല്ലേ ഇപ്പൊ അങ്ങനെ കൊടുത്താൽ BJP കാരിലെ ഭരിക്കുന്നവിടെ. ഇതിനകത്ത് അധ്യാപനല്ലേ? അധ്യാപനാന്ന് തോന്നുന്നു. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അവരെ ഭരിക്കണ പിന്നെ കൊടുത്താലും 10-30 വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളല്ലേ. പിന്നെ വേറെ ആളെ വിളിച്ച് വികലാംഗനൊക്കെ വിളിച്ച് കളിയാക്കണുണ്ടോ? ഇതൊന്നും വലിയ കാര്യമില്ല. അതൊക്കെ വീറില്ലാത്താണ്. സ്വീകാര്യത്തിൽ ഒരു മുഹമ്മദോ എല്ലാ പാർട്ടിയിലും അങ്ങനെ നടക്കുന്നേ. അങ്ങനെ നടക്കട്ടെ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ. സതീശൻ എന്നോടൊപ്പം ചേരുന്നത് വൈക്കത്തു നിന്നാണ്. ശ്രീ സതീശൻ, എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുന്നു. അപ്പോൾ എന്നോടൊപ്പം നാരായണൻ നായർ ചേരുകയാണ് ഫരീദാബാദിൽ നിന്ന്. ശ്രീ നാരായണൻ നായർ അടുത്തിടെ വീട്ടിലൊക്കെ വന്ന് പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. മടങ്ങിപ്പോയോ ഫരീദാബാദിലേക്ക്? ഇല്ല സാറേ, ഇപ്പോൾ ഇവിടെ ഉണ്ട്. വീണ്ടും പോയിട്ട് പിന്നെ തിരിച്ചു വന്നത്. നമസ്കാരം സാറേ. പോയിട്ട് തിരിച്ചു വന്നു? പോയിട്ട് പിന്നെ തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ കേരളം വിട്ടു പോകാൻ തോന്നുന്നില്ല, അതാണോ? പോയും വരെ 1-2 പ്രശ്നങ്ങൾ കേരളത്തിലും ഉണ്ട്, 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ പോയി. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, സാറിന് അറിയാവുന്ന ഞാനൊരു ട്രീറ്റ്മെന്റ് RCC നടത്തുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന്റെ നേരത്തെ. അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ശ്രീ നാരായണൻ നായർ, അങ്ങേക്ക് ഒരുപക്ഷെ ഇന്നത്തെ ഈ പ്രധാന വാർത്ത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. 1994 രാഷ്ട്രീയ ആക്രമണത്തിന് ഇരയായ ഒരാളാണ് അന്നത്തെ RSS നേതാവായ ശ്രീ സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അക്രമ രാഷ്ട്രീയത്തിന് പേരുകേട്ട നാടാണ് കേരളം. ഈ പ്രവണത ഒഴിവാക്കാനുള്ള ശ്രമം വേണം എന്ന എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ് ആവശ്യം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, വിദ്യാർത്ഥികൾ അക്രമത്തിന് ഇരയാകുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് വരുന്ന പേരുകൾ അഭിമന്യുവിൻ്റെതാണ്, ധീരജ് രാജേന്ദ്രൻ്റെതാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ, ആളുകളുടെ കാലുകൾ വെട്ടിമാറ്റപ്പെടുമ്പോഴൊക്കെ നമ്മൾ വല്ലാതെ വേദനിക്കുന്നു. ഇതിനൊക്കെ ഒരു പര്യവസാനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന പ്രത്യാശ നമുക്ക് ഉണ്ടാക്കാൻ ഈ നിയമനം വഴിവെക്കുന്നു. സർ, ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള നിയമനങ്ങൾ കൊണ്ട് വലിയ പ്രയോജനങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതൊന്നുകൂടെ മനുഷ്യനെ ആകാംക്ഷ കൂടും. ഞാൻ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ എനിക്ക് ഉന്നത പോസ്റ്റിൽ വരുമെന്ന്. പക്ഷെ ആദ്യമേ എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാറ് ഒരു വികലാംഗനിൽ നിന്ന് ഒരു വ്യക്തി പറഞ്ഞപ്പോൾ സാർ അതിനെ പ്രതികരിച്ചാൽ എൻ്റെ 1000 ആശംസകളും കൺഗ്രാജുലേഷൻ സാറിന്. കാരണം ഒരു വികലാംഗനെ മുഖത്ത് നോക്കി നമ്മൾ, ഒരു കുറവുള്ള ഒരു മനുഷ്യനെ മുഖത്ത് നോക്കി നമ്മൾ നീ വികലാംഗൻ എന്ന് വിളിക്കുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന ദുഃഖങ്ങളെ താങ്കൾ മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെയേറെ. എന്തോ ടെലിഫോൺ ലൈനിൽ എന്തോ തകരാറ് പറ്റിയെന്നോ അല്ലേ? ഇല്ല, ഞാൻ പറയുന്നുണ്ടല്ലോ, സാർ കേൾക്കുന്നില്ലേ? കേൾക്കാം. അപ്പൊ അതിന് താങ്കളുടെ പ്രതികരണം എന്നെന്നും അതിന് അറിയിക്കുന്ന, കൺഗ്രാജുലേഷൻ അറിയിക്കുന്ന ഒരു കാര്യത്തിൽ. ബാക്കി സാറേ, ഇത് സ്വന്തമായിട്ട് ജനനത്തിൽ നിന്ന് അയാൾ ഒരു വികലാംഗനല്ലായിരുന്നു, ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു വന്നു. പക്ഷെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ അനീതികൾക്കും അക്രമങ്ങൾക്കും നേരിട്ട് ആൾക്കാർക്ക് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് തന്നെ തോന്നാമല്ലോ, എനിക്ക് നാളെ കാല് പോയി കഴിഞ്ഞാലും കൈ പോയി കഴിഞ്ഞാലും നാളെ ഒരു വലിയ ഇത് കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്, മറ്റൊരു രീതി കൊടുക്കണം. എന്തായാലും അക്രമ രാഷ്ട്രീയം ഒരിക്കലും ശരിയല്ല സാറേ. ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കുന്ന മനുഷ്യനുമല്ല. അക്രമ രാഷ്ട്രീയക്കാർക്ക് കാലും കയ്യും നഷ്ടപ്പെടുന്നവന്
ഏതെങ്കിലും പാർട്ടി നാളെ കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ CPM ആയിക്കോട്ടെ അവർക്ക് കൊടുത്താൽ ഇന്ന് മനുഷ്യൻ കൊല ചെയ്യുന്നവർക്ക് ജയിലിൽ കിട്ടുന്ന സൗകര്യങ്ങളും പുറത്തു വരുമ്പോൾ വരുന്ന സ്വീകരണവും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം അക്രമ രാഷ്ട്രീയത്തെ വളർത്തത്തേ ഉള്ളൂ സാറേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കൃത്യമാണ്. അപ്പോൾ പെട്ടെന്ന് മറ്റ് ചികിത്സയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൃഷ്ണൻകുട്ടി മണിമലയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്കൊരു പ്രചോദനമാകും എന്ന് BJP കരുതുന്നുണ്ട്. അത് ഏത് തരത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കരുതുന്നത്? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ചർച്ചയില് ഒരാൾ വിളിക്കുമ്പോ ആ വിളിക്കുന്ന ആള് പറയാൻ തുടങ്ങുന്ന ആശയം വ്യക്തമാക്കുന്നതിന് മുമ്പ് തന്നെ അത് മുളയിലെ നുള്ളിക്കളയുന്ന ഒരു പ്രവണത ഈ അവതാരകന് നല്ലതല്ല. അല്ല, അത് ചില കാര്യങ്ങൾ മുളയിലെ നുള്ളേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരാൾ ഇപ്പോൾ ഒരു പ്രയോഗം നടത്തിയത് അങ്ങ് കേട്ടില്ലേ? നമ്മൾ ഭിന്നശേഷിക്കാരായ ആളുകളെ അപഹസിക്കുന്ന അതൊന്നും മുളയിലെ അപ്പം തന്നെ നമ്മൾ അത് സമ്മതിക്കില്ല. ചില കാര്യങ്ങൾ അല്ല, അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട്. ചിലത് നമുക്കിതൊരു ടെലിവിഷൻ തുറന്നു വെച്ച് ആളുകൾക്ക് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാം എന്ന് പറഞ്ഞ് കരുതി അങ്ങനെ തുറന്നു വെച്ച് അതിന് പറ്റില്ല. നമുക്ക് ഒരു പൊതു മാനദണ്ഡമുണ്ട്. അത് പൊതുസമൂഹത്തിന് ഉതകുന്ന തരത്തിലായിരിക്കണം ചർച്ചകൾ പോകേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരാൾ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാൻ ഇതൊരു പ്രസംഗ ഇതല്ല, ഇതൊരു സംവാദം പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഒരാൾക്ക് എന്നാൽ നിങ്ങൾ അങ്ങ് പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അലോ ചെയ്യുന്നൊരു രീതിയല്ലല്ലോ. നമുക്ക് അതിൽ സംശയങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാണല്ലോ മോഡറേറ്റർ എന്ന നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാനത് ചോദിക്കും. എനിക്കറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്കറിയുക എന്ന് പറയുമ്പോൾ അത് ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിയാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രീ കൃഷ്ണൻകുട്ടിയായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞേ. ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞപ്പോ ഇപ്പൊ പിന്നെ മനു എത്ര സെന്റൻസ് പറഞ്ഞു? 20 സെന്റൻസ് പറഞ്ഞു. അതെ, അതിന്റെ കാരണം കൂടിയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് പറയാനാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കണ്ടേ? എന്നിട്ട് വേണ്ട തുടങ്ങാൻ. അത് പക്ഷെ കേൾക്കുന്ന ആൾ അത് തെറ്റിദ്ധരിക്കും. അതങ്ങനെ അത് മുഴുവൻ ആദ്യം അതാണ് പറയേണ്ടത്. നമ്മൾ ടെലിവിഷൻ സംഗതിയിൽ ആദ്യം നമ്മൾ പ്രധാന കാര്യമാണ് പറയേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? ടെലിവിഷൻ വാർത്തകളുടെ രീതി അതല്ലേ? ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാല് നിങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വെറുതെ മിണ്ടാതിരിക്കുക ചെയ്യുക. ഞാൻ എന്ത് പറയാനാ വന്നതെന്ന് ചോദിച്ചില്ല. എന്റെ ഉദ്ദേശം എന്തായിരുന്നു അന്വേഷിച്ചോ? ഇല്ലല്ലോ. ഇല്ല, അത് ആദ്യം പറയൂ. അതല്ലേ പറയേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവതാരകർ കുറച്ചും കൂടെ സംയമനം പാലിക്കണം. അല്ല, അവതാരകർ സംയമനം പാലിക്കുകയില്ല. ടെലിവിഷനിൽ സംസാരിക്കുമ്പോൾ അങ്ങ് ആദ്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യം പറയണം. അതാണ് ഞാനൊരു ഒരു സന്ദർഭം പറഞ്ഞുതരാം. അങ്ങേക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മറ്റാളുകളും കൂടി തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഒരിടത്ത് ഒരു 10-50 പേർ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യ വാക്യം തന്നെ ടെലിവിഷനിൽ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇങ്ങനെ 50 ആൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ഇതിൽ ആദ്യത്തെ ആൾ കുളിച്ചു, എഴുന്നേറ്റു, ബസ്സിൽ കയറി, അങ്ങനെ പോകുമ്പോൾ അടുത്ത ആളെ കണ്ടു, അങ്ങനെ 50 ആളെ കണ്ട കാര്യവും പറഞ്ഞിട്ടല്ല ഇവരെല്ലാം മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ടെലിവിഷൻ രീതിയാണ്. ഇത് അങ്ങ് ഇതിലേക്ക് മാറുകയാണ് വേണ്ടത്. ഇനി ഞാൻ പറയട്ടെ? ആദ്യം പ്രധാന കാര്യം പറയും. പറയാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ആദ്യത്തെ സെന്റൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയണമല്ലോ, എന്നിട്ട് പറയാം. അതായത് ഷാജി കൊല്ലം എന്ന് പറയുന്നത് നമ്മുടെ പ്രേക്ഷക സുഹൃത്ത് വിളിച്ചപ്പോ അദ്ദേഹം ഒരു ഡോക്ടറുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. അത് പുള്ളി എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയാൻ സമ്മതിക്കാതെ നിങ്ങളുടെ ചർച്ച നീണ്ടങ്ങ് പോയി. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതെന്താന്ന് വെച്ചാല് ഈ അഷ്നയുടെ കല്യാണത്തിന്റെ കാര്യം ഞാനും പത്രത്തിലൊക്കെ വായിച്ചതാ. അത് വായിച്ചപ്പോ അതിനകത്ത് ഒരു പരാതി ഉണ്ടായിരുന്നത്, അത് എനിക്കുള്ള പരാതിയാണ്. അത് ആരുടെ അക്രമത്തിലൂടെയാണ് ആ കുട്ടിക്ക് കാല് നഷ്ടമായതെന്ന് ഒരു മാധ്യമവും പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു മറുപടിയാണ് ഞാൻ ഷാജിക്ക് കൊടുത്തത്. അതാണ് പിന്നെ അങ്ങ് ഈ പഴയ കാര്യത്തിലേക്ക് ഇത് കൊണ്ടുപോവാണ്. ഇതിപ്പോൾ ആ മാധ്യമ പ്രവർത്തകർ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. ഇത് അന്ന് അവരായിരുന്നു, പക്ഷെ ഇന്ന് വേറെ ആളുകൾ അവരല്ല. അതാ പ്രശ്നം. ഇനി ഞാൻ പറയാം. ഇനി ഈ പറഞ്ഞ സദാനന്ദൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു എന്നുള്ള ഈ ചർച്ച തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ എനിക്കറിയില്ലായിരുന്നു. ഞാനപ്പോ തന്നെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ കിട്ടിയതാണ് ഇങ്ങനെ 94 ഒരു അക്രമത്തിലാണ് അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടതെന്ന്. അതിന് അദ്ദേഹത്തോട് നമുക്ക് ഒരു വിഷമമുണ്ട്. തീർച്ചയായിട്ടും ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ഒരിടത്തും സംഭവിച്ചു പോകരുത്. പക്ഷേ ഇത് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ എവിടെയാണ് തുടങ്ങിയത്? മഹാത്മാഗാന്ധി എങ്ങനെയാ മരിച്ചത്? ആത്മഹത്യ ചെയ്തതല്ലോ, അവിടെ തുടങ്ങിയില്ലേ? അതിനുശേഷം ഈ അടുത്ത നാളില് ഒരു പ്രജ്ഞാത് സിംഗ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു സ്ത്രീ കാവി ധരിച്ച ഒരു വ്യക്തി മഹാത്മാഗാന്ധിയുടെ ഫോട്ടോയിൽ വെടിവെക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? ഏതെങ്കിലും മാധ്യമം അത് ചർച്ച ചെയ്യുകയോ അതിനെ അപലപിക്കുകയോ ചെയ്തോ? ഇല്ലല്ലോ. മാധ്യമങ്ങൾ അപലപിക്കില്ല, ആ വാർത്ത കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വിഡിത്തം ഒരാൾ പറയുന്നു, ഒരാൾ ചെയ്യുന്നു എന്ന വാർത്ത അങ്ങ് ഇതാണ് ഇതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല. അങ്ങ് തന്നെ പറഞ്ഞ് ഇത് ഞാൻ മാധ്യമത്തിലൂടെയാണ് മനസ്സിലാക്കിയത്.
അപ്പം മാധ്യമങ്ങൾ ഇത് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തെ അപലപിക്കുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളൊരു മോശം കാര്യം നടക്കുമ്പോൾ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെ അപലപിക്കുന്നു എന്നല്ല പറയുന്നത്. ഇങ്ങനെ ഒരു ക്രൂരമായ കൊലപാതകം നടന്നിരിക്കുന്നു എന്ന് സമൂഹത്തിന് മുന്നിൽ പറയുകയാണ്. അപ്പൊ സമൂഹമാണ് അതിനെ അപലപിക്കുന്നത്. ഞാൻ പറഞ്ഞ മാധ്യമം മുഖ്യധാരാ മാധ്യമമല്ല. ഞാൻ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇത് എല്ലാ പത്രങ്ങളിലും വന്ന വാർത്തയാണ്. ആയിക്കോട്ടെ. ഇനി അടുത്തത് നമ്മുടെ സ്റ്റെയിൻ ഗ്രഹാം എന്ന് പറയുന്ന ഒരു പിന്നെ കലാകാരനെ കുടുംബസഹിതം കത്തിച്ചു കൊന്നില്ലേ? ക്രിസ്ത്യൻ മിഷണറി കലാകാരൻ അല്ലേ? അതുപോലെ പിന്നെ ലക്ഷ്മി എന്തോ ലക്ഷ്മിയായിരുന്നു ഒരു സ്ത്രീ, പിന്നെ ദബോക്കർ, ഇങ്ങനെ എത്ര പേരാണ്? ഗൗരി ലങ്കേഷ്. ഇങ്ങനെ ഈ നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം നടന്നു. അതുപോലെ തന്നെ ഒരു കൂട്ടക്കൊലപാതകം നടന്നപ്പോ അതിനെ ന്യായീകരിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാ. ആരായിരുന്നു ന്യായീകരിച്ചത്? രാജീവ് ഗാന്ധി. എന്താ പറഞ്ഞത്? വൻമരം വീഴുമ്പോ ഭൂമി ഒന്ന് ചിലപ്പോ കുലുങ്ങിയെന്ന് വരുമെന്ന്. 17,000 സിഖുകാരെ കൊന്നിട്ടാണ് പറഞ്ഞത്. 17,000 സിഖുകാരെ കൊന്നിട്ട് അങ്ങനെ പറഞ്ഞില്ലേ രാജീവ് ഗാന്ധി? അതേപോലെ കോൺഗ്രസ് അന്ന് ഉന്നയിച്ചിരുന്നു, ഞാൻ ഓർക്കുന്നു. ശരിയാണ്. അതേപോലെ നമ്മുടെ ഗുജറാത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? എന്തെങ്കിലും ചെയ്തു അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ആദ്യത്തെ കൊലപാതകം നടക്കുമ്പോൾ തന്നെ ഷൂട്ടഡ് സൈറ്റ് പ്രഖ്യാപിക്കുകയും പട്ടാളത്തിനെ ഏർപ്പെടുത്തുകയും ചെയ്തായിരുന്നെങ്കിൽ എന്തുമാത്രം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു, എന്തുമാത്രം സ്വത്ത് രക്ഷിക്കാൻ പറ്റുമായിരുന്നു? അത് നടന്നോ? ഇല്ലല്ലോ. പക്ഷഭേദം എന്ന് പറയുന്നത് അതാണ് കാണേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു വില്ലേജിൽ ഏതെങ്കിലും ഒരു വാർഡിൽ വാർത്ത കൊടുക്കുന്നു, അതിന്റെ കൂടെ ഈ വാർത്തയെ കൊടുക്കുന്നു. ഇത് അങ്ങ് പറയുന്നത് കേട്ടാൽ തോന്നും ബൽക്കീസ് ബാനു അവിടെ നിന്ന് ടെലിഫോൺ ചെയ്ത് കൃഷ്ണൻകുട്ടി മണിമലയെ വിളിച്ചു പറയുന്നത് എന്നെ ഇങ്ങനെ പല ക്രൂരമായി ചെയ്ത് അങ്ങനെ അറിഞ്ഞതല്ലോ. ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ എന്റെ പോയിന്റ് അതല്ല. അങ്ങനെ വഴിതിരിക്കരുത്. എന്റെ പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നത്. ഇപ്പോഴത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാല് ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല എന്ന് പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ സ്വയം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആഴ്ചയിൽ നടക്കുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ നടക്കുന്നില്ലല്ലോ. പിന്നെ ഇദ്ദേഹത്തെ രാജ്യസഭാ മെമ്പറാക്കിയ വിഷയം, രാജ്യസഭാ മെമ്പറാക്കുകയായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ രാജ്യസഭാ മെമ്പറാക്കുകയാണെങ്കിൽ അതിന്റെ പേരിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ആവേണ്ടിയിരുന്ന ആൾക്കാരുണ്ട്. സൈമൺ ബ്രിട്ടോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സൈമൺ ബ്രിട്ടോ ഞാൻ പഠിക്കുന്ന കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരാണ്. അല്ലേ? ഞാൻ എങ്ങനെ സംഭവിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ല. കൃഷ്ണൻകുട്ടി എന്തിനാണ് നിങ്ങളുടെ പാർട്ടിക്കാരുടെ മാത്രം ഇങ്ങനത്തെ കാര്യം പറയുന്നത്? മറ്റാളുടെ കൂടി പറയുന്നേ. അപ്പൊ ഈ പ്രശ്നം തീരും. എനിക്ക് CPM-കാരെ ആക്രമിക്കപ്പെട്ടവരുടെ പട്ടിക എന്റെ കയ്യിലുണ്ട്. അതിലൊന്നും എനിക്ക് യാതൊരു ഞാൻ ഇപ്പൊ ഡേറ്റ് വെച്ച് പറഞ്ഞല്ലോ, 2021 ഫെബ്രുവരി 17 ജിതിൻ CPM CITU-കാരൻ കൊല്ലപ്പെട്ടു. പക്ഷേ എനിക്ക് അടുത്തത് 2024 ഡിസംബർ 12 അഭിഷേക് എന്ന BJP-കാരനെ നിങ്ങൾ കൊന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഈ പ്രശ്നം തീരുള്ളൂ. ഇത് നിങ്ങൾ ഒരു കണ്ണം മാത്രം എടുത്ത് CPI അല്ലെങ്കിൽ CPIM ആളുകൾ ആക്രമിക്കപ്പെടുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ ആ പട്ടിക മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ കൊന്ന ആളുകളുടെ കാര്യം കൂടി പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. എന്റെ പാർട്ടി എന്ന് പറയാതെ മഹാത്മാഗാന്ധി എന്റെ പാർട്ടി അല്ല, അറിയോ? അതുപോലെ ഞാൻ പറഞ്ഞ ഗ്രഹാം സ്റ്റെയിൻസ് എന്റെ പാർട്ടിയല്ല, ഗൗരി ലങ്കേഷ് എന്റെ പാർട്ടിയല്ല. ഞാൻ അതൊക്കെ പറഞ്ഞില്ലേ. ഞാൻ ആകെ 2 പേര് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൺമുമ്പിൽ നമ്മുടെ മലയാളികളുടെ കൺമുമ്പിൽ അതില് നിങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത ആളുകൾ ആണല്ലോ കൊല്ലപ്പെട്ടത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാരല്ലല്ലോ അതിൽ പ്രതികൾ. ആ പ്രതികളായവരുടെ കാര്യമല്ലേ നിങ്ങൾ ആദ്യം പറയേണ്ടത്? നിങ്ങളല്ലേ നമ്മളല്ലേ ആദ്യം അവിടെ നിന്നല്ലേ തിരുത്തലുണ്ടാകേണ്ടത്? ദേവതി അത് പാർട്ടി എന്ന് പറയാതെ ഞാൻ പാർട്ടിയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത് നിങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ചെയ്ത കൊലപാതകത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ സ്വന്തം കാര്യത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. ഇങ്ങനെ എനിക്കൊരു തെറ്റുപറ്റി എന്ന് എന്ന് തുടങ്ങുന്നു, അന്നേ പ്രശ്നം തീരുള്ളൂ. മറ്റാളുകൾ ചെയ്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെല്ലാ കാലത്തും ചെയ്യുമല്ലോ. നമ്മളുടെ ഭാഗത്ത് എന്ത് തെറ്റുപറ്റിയെന്ന് തിരുത്തി തുടങ്ങുമ്പോഴല്ലേ അവിടെ മാറ്റം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ആദ്യം അങ്ങ് പറയേണ്ടിയിരുന്നത് മറ്റുള്ളവർ ചെയ്തല്ല. ഇതാ ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ വധം പ്രധാനപ്പെട്ടതല്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ പറയണത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തകനെ 2012 ഡിസംബറിൽ CPM-കാരും കൊന്നിട്ടുണ്ട് എന്നെന്താ അങ്ങ് പറയാൻ പറ്റാത്തത്? അങ്ങയുടെ പ്രതികൾ മറുഭാഗത്താകുമ്പോൾ മാത്രം അത് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊന്നു തുടങ്ങിയത് ഇന്നലെ അല്ല. എനിക്ക് അതിൽ ഞാൻ ഈ ഷാജിയോട് ചോദിച്ച അതേ ചോദ്യം തന്നെ താങ്കളോട് ചോദിച്ച് എനിക്ക് ഏറ്റവും മനസ്സിലാകാത്ത കാര്യം ഈ രാഷ്ട്രീയ പ്രതിയോഗികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ അതാണ് ഈ PV സത്യനാഥന്റെ ഒരു കാര്യം നോക്കുകയായിരുന്നു.
കൊല്ലുന്ന സ്വന്തം പാർട്ടിക്കാർ തന്നെ. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷേ അതും കൂടെ പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊന്നു തുടങ്ങി ഇന്നലെ അല്ല. റഷ്യൻ വിപ്ലവം കേട്ടിട്ടുണ്ടോ? റഷ്യൻ വിപ്ലവം. അങ്ങ് ചോദ്യം ചോദിക്കും, പിന്നെ ഞാൻ മറുപടി പറയും. അപ്പൊ പറയാം അങ്ങ് ഒരു വഴി കഴിഞ്ഞ് എന്നെ പറയാൻ അനുവദിക്കുന്നില്ല എന്ന് പറയും. അതെ, ഞാൻ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ കൊന്നിട്ടുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. റഷ്യൻ വിപ്ലവം നടക്കുന്നത് അത് സായുധ വിപ്ലവമാണ്. അതുപോലെയാണോ ജനാധിപത്യ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഒരു പാർട്ടി ചെയ്യുന്ന കാര്യം? അത് രണ്ടും വ്യത്യാസമില്ലേ? ഈ കൊലപാതകങ്ങൾ എന്ന് പറയുന്നത് സൗഹൃദ കൊലപാതകങ്ങളല്ല. ഒരു കൊലപാതകം നടക്കുമ്പോൾ അതിന് പകരം വീട്ടുള്ളത് നടക്കും. അതാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട്. സമീപനം പാലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കൂടുതൽ കൊലപാതകങ്ങൾ നടന്നിട്ടും അതിന്റെ കണക്ക് തീർത്ത് 1:1 ആയിട്ട് കൊലപാതകങ്ങൾ നടത്തുന്നില്ലല്ലോ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM. അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് CPM-കാരാണെങ്കിലും പകരം വീട്ടാൻ പോയിട്ടില്ല. ചെയ്യരുതെന്ന് പാർട്ടി കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിയന്ത്രിക്കുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ സ്വരാജ് തന്നെ വളരെ വ്യക്തമായ ഇതേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. ഇതിനൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കുന്നില്ല, ഞങ്ങൾ അതിനോട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടതല്ലേ. അങ്ങനെ ചെയ്യരുതെന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീരുമാനം. അതുകൊണ്ടാണ് കൂടുതൽ നടക്കാത്തത്. അല്ലെങ്കിൽ ഇനിയും നടക്കുമായിരുന്നു. എല്ലാ പാർട്ടിക്കാരും ഇത് തന്നെയാണ് പറയുന്നത്, ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്നാണ്. അല്ല, നമ്മളിപ്പോഴത്തെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് നോക്കിയാൽ മതിയല്ലോ. ഈ അടുത്ത കാലത്തായിട്ട് കൊലപാതകങ്ങളുടെ എണ്ണം കുറഞ്ഞില്ലേ? പണ്ട് നടക്കുന്ന അത്ര എണ്ണം ഇപ്പൊ നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കനുസരിച്ച് ഇത് കുറവാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു കൊലപാതകം നടന്നു, കഴിഞ്ഞ ഡിസംബറിൽ ഒരു കൊലപാതകം നടന്നു, 2024 ജനുവരി ഫെബ്രുവരിയിൽ ഒരു കൊലപാതകം നടന്നു, 23-ൽ ഒരു കൊലപാതകം നടന്നു, 2022-ൽ 2 പേർ കൊല്ലപ്പെട്ടു. നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ അവരെ തന്നെ കൊല്ലുകയാണ്. പക്ഷേ കൊലപാതകങ്ങൾ ഗ്രാഫ് വരച്ചു നോക്കിയാൽ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലാവും. കുറയുന്നുണ്ട്. ഇനിയും അത് സമ്മതിക്കില്ല എന്ന് തന്നെ എന്നുള്ളതാണ്. അല്ലാതെ ഇത് കുറഞ്ഞത് കൊണ്ട് തൃപ്തനല്ല ഞാൻ എന്നാണ് ഞാനും പറയുന്നത്. ഇല്ലാതിരിക്കണം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇല്ല, 0 ആവണം, 0 ആവണം തന്നെയാണ് ഞാനും പറയുന്നത്. അതുകൊണ്ട് സാധാരണ രാജ്യസഭയിൽ പോകുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാവാതിരിക്കട്ടെ. അദ്ദേഹം അവിടെ ചെന്നിട്ട് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. കാരണം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാനുള്ളതാണ്. കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിന് യുദ്ധം ഫൈറ്റ് ചെയ്യാനും നേട്ടങ്ങൾ കൊണ്ടുവരാനും കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും ആശംസ അദ്ദേഹം ഉൾക്കൊള്ളുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. അപ്പോൾ ഷാജി ഭാസ്കർ എന്നോട് പറയുന്നത് മനുവിൻ്റെ വർത്തമാനം കേട്ടാൽ സദാനന്ദൻ മാസ്റ്റർ മാത്രമാണ് ആക്രമിക്കപ്പെട്ടത്. അങ്ങനെ അത് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്റർ മാത്രമാണ് ആക്രമിക്കപ്പെട്ടതെന്നല്ല ഞാൻ പറയുന്നത്. ഈ ആളുകൾ ആക്രമിക്കപ്പെടുന്നു, അത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാർട്ടിക്കാർ പ്രതികളല്ലാത്തവരുടെ കാര്യം മാത്രമാണ്. ഞാൻ പറയുന്നത് ഏത് പാർട്ടിക്കാർ പ്രതികളായാലും അത് അവസാനിപ്പിക്കണമെന്നാണ്. എനിക്ക് അതിൽ ഇന്ന X എന്നോ Y എന്നോ ഒരു പാർട്ടിയോട് ഒരു പിന്തുണയുമില്ല. കൊലപാതകങ്ങളെ അവസാനിപ്പിക്കുക, ഇതുപോലെ ആളുകളുടെ കയ്യും കാലും വെട്ടിക്കളയുന്ന കാടത്തപരമായ നീക്കങ്ങൾ അത് ഏത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടന്നാലും അത് ഒഴിവാക്കുക എന്നതാണ് എൻ്റെ നിലപാട്. ഓക്കെ, മോഹനൻ നീൽബഴം ഡൽഹിയിൽ കൊടുത്തപ്പോൾ കേരളത്തിൽ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, മണിമല ശ്രോതാക്കളെ ഈ പരിപാടിയിൽ നിന്ന് അകറ്റാൻ നോക്കുകയാണ്. വേറെ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറയുന്നതാണ്. വളരെ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല അദ്ദേഹം ഞാനുമായി എപ്പോഴും വിയോജിപ്പുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. അത് എപ്പോഴും വളരെ മാന്യമായ ഭാഷയാണ്. അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധമായി തുറന്നു പറയുന്നു. ചിലപ്പോഴൊക്കെ ഞാനതിന് അവസരം കൊടുക്കാറില്ല എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അദ്ദേഹം ശക്തമായി പ്രതികരണം നടത്തുന്ന ഒരാളാണ്. ഓക്കെ, ഷാജി ഭാസ്കർ കൃഷ്ണൻകുട്ടി മണിമലയെ പിന്തുണയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ജിഷ്ണുരാജ് പക്ഷേ കൃഷ്ണൻകുട്ടിയെ പിന്തുണയ്ക്കുന്നില്ല, എന്നെയാണ് പിന്തുണയ്ക്കുന്നതാണ് വിചാരിക്കുന്നത്. മുരളീധരൻ നായർ പറയുന്നു കാടടിച്ച് വെടിവെക്കുന്ന ആളുകളെ കട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഓക്കെ, ഇല്ല അങ്ങനെയല്ലെന്നേ ഇത് പ്രതികരണം. ഓക്കെ, അപ്പോൾ ജിഹോവ എന്നോട് പറയുന്നു പ്രസിഡന്റ് നോമിനേറ്റഡ് രാജ്യസഭ മെമ്പർ പോസ്റ്റ് ഈസ് നോട്ട് ഇൻറ്റൻഡഡ് ഫോർ പൊളിറ്റീഷ്യൻസ്, ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ഫോർ വെൽ നോൺ പേഴ്സണാലിറ്റീസ് ഇൻ അതർ ഫീൽഡ്സ് ലൈക്ക് ആർട്ട്, സ്പോർട്സ് ആൻഡ് ചാരിറ്റി എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ചിലപ്പോൾ പൊതുരംഗത്ത് വരാവുന്നതാണ്. ഓക്കെ, സിദ്ദിഖ് തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സിദ്ദിഖ്, ദയവായി ക്ഷമിക്കണം, നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലി ഞാനും വളരെ അടുത്ത ആളുകളാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം തർക്കിച്ചു പോകും, അറിയാതെ പറ്റുന്നതാണ്. ഓക്കെ, അത് ഈ കൊലപാതകം കയ്യും കാലും വെട്ടുന്നതൊക്കെ ഞാൻ എതിരാ. പക്ഷേ പിന്നെ അതിൽ പക്ഷേ ഉണ്ടോ? അല്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളെ ഈ പിന്നെ കൊലക്കത്തി പിടിച്ച് നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഈ വിഘടനവാദം, കപട ദേശീയത എന്നൊക്കെ പറഞ്ഞ് ഇറക്കി വിട്ട് ഈ ആളുകളെ ഇങ്ങനെ
ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ പ്രവണത അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പൊ ഈ കൊടുത്തിട്ടുള്ള എം പി സ്ഥാനം ഇതിനൊക്കെയുള്ള ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആണ് എന്താ എനിക്ക് പറയാനുള്ളത്. ശരി, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. ഏതായാലും സ്ഥിതിക്ക് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അടുത്ത ദിവസം കുറച്ചും കൂടെ വിശദമായി സംസാരിക്കാം. അപ്പോൾ മുരളീധരൻ നായർ എന്നോട് പറയുന്നു, മനു പല അഭിപ്രായങ്ങൾക്ക് മുമ്പിലും സംയമനം പാലിക്കുന്നു, മൗനം വിദ്വാനുഭൂഷണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. സദാനന്ദൻ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്നതെന്ന ചോദ്യത്തിൽ 85% ആളുകളും അതെ എന്ന നിലപാടാണ് വ്യക്തമാക്കുന്നത്. അതേസമയം 15% ആളുകൾ അങ്ങനെ ഇല്ല എന്ന നിലപാടും വ്യക്തമാക്കുന്നു. ഏതായാലും ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കുള്ളൊരു പിന്തുണയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കുള്ള വിയോജിപ്പോ അല്ല. ഇത് കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ലാത്ത അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു കൂട്ടായ്മയുടെ ചിന്തയുടെ ഒക്കെ ഒരു പ്രതികരണമാകണം എന്നാണ് ആഗ്രഹിച്ചത്. അതാണ് ഇതിൽ പ്രധാനമായി ഉദ്ദേശിച്ചത്. ഇതിൽ ആരും നിരപരാധികളാണെന്നോ ആരും പൂർണ്ണമായി കുറ്റവാളികളാണെന്നോ പറയാൻ ഉദ്ദേശിച്ചില്ല. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.